يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുമ്പോഴാണ് ഒരു സ്വഹാബി ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ച് വുളൂഇന്റെ വെള്ളം അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിൽ നിന്നിറ്റ് വീണ് പള്ളിയിലേക്ക് നടന്നു വരുന്നത്. സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. നബി തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, യത്തലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരനായ ഒരാൾ നിങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരുമെന്ന്. സ്വർഗ്ഗാവകാശിയായ ഒരാൾ നിങ്ങളിലേക്ക് കടന്നു വരും, നിങ്ങൾ അദ്ദേഹത്തെ നോക്കിക്കോളൂ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോഴാണ് ഇടത് കൈയിൽ ചെരുപ്പും വുളൂ ചെയ്ത് താടി രോമങ്ങളിൽ നിന്ന് വുളൂഇന്റെ വെള്ളം ഇറ്റ് വീണുകൊണ്ട് ഒരു സഹാബി, ഒരു അൻസാരിയായ ഒരു സഹാബി പള്ളിയിലേക്ക് കടന്നു വരുന്നത്. സഹാബാക്കളൊക്കെ അദ്ദേഹത്തെ വീക്ഷിച്ചു. രണ്ടാമത്തെ ദിവസവും അള്ളാഹുവിന്റെ ഹബീബും സഹാബാക്കളും പള്ളിയിലിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യത്വലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇതാ നിങ്ങളിലേക്ക് സ്വർഗ്ഗക്കാരനായ ഒരാൾ കടന്നു വരാൻ പോവുകയാണ്. ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ സ്വഹാബാക്കൾ കാത്തിരുന്നപ്പോ ഇന്നലെ വന്ന അതേ സഹോദരൻ ഇന്നും പള്ളിയിലേക്ക് ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ച് വുളൂഇന്റെ വെള്ളം തന്റെ താടി രോമങ്ങളിൽ നിന്നിറ്റ് വീണുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരികയാണ്. മൂന്നാമത്തെ ദിവസവും അള്ളാഹുവിന്റെ ഹബീബും സഹാബാക്കളും പള്ളിയിലിരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യത്വലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇതാ നിങ്ങളിലേക്ക് സ്വർഗ്ഗക്കാരൻ കടന്നു വരാൻ പോവുകയാണ്. മൂന്നാമത്തെ ദിവസവും അതേ വ്യക്തിയാണ് അവിടേക്ക് കടന്നു വന്നത്. അപ്പോഴേക്കും മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി, അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി വീട്ടിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹത്തോട് പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടുകാരുമായി പിണക്കത്തിലാണ്, ഞാൻ എൻ്റെ വീട്ടുകാരുമായി സംസാരിക്കാറില്ല, ചുടിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് 1, 2, 3 ദിവസം നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് അവസരം തരണമെന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയത് വീട്ടുകാരോട് ചൊടിച്ചിട്ടല്ല. ഇദ്ദേഹം സ്വർഗത്തിലെത്താനുള്ള കാരണം എന്ത് എന്നറിയാനായിരുന്നു. എന്ത് കാരണത്താലാണ് ഇയാൾ സ്വർഗത്തിലെത്തിയത്, സ്വർഗത്തിന്റെ അവകാശിയായി മാറിയത് എന്ത് കാരണത്താലാണെന്നറിയാനായിരുന്നു. രാത്രി ഉറങ്ങാതെ ഇദ്ദേഹത്തിന്റെ അമൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഉറങ്ങിയില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ, ഖുർആൻ ഓതുന്നുണ്ടോ, ദിക്ർ ചൊല്ലുന്നുണ്ടോ, തസ്ബീഹ് ചൊല്ലുന്നുണ്ടോ, ഉറങ്ങാതെ കാത്തിരുന്നിട്ട് പ്രത്യേകമായ ഒരു അമൽ കാണാനിടയായില്ല. പ്രത്യേകമായ ഒരു അമൽ പോലും ചെയ്തില്ല. രാവിലെയും ശ്രദ്ധിച്ചു നോമ്പുകാരനാണോ? അല്ല. 2 ദിവസമായി പ്രത്യേകമായ അമൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. 3 ദിവസമായി പ്രത്യേകമായ അമൽ കാണാൻ സാധിച്ചില്ല. 3 ദിവസമായി നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടുകാരോട് പിണങ്ങിയിട്ട് വന്നതല്ല, എനിക്കെൻ്റെ വീട്ടുകാരുമായി ഒരു പിണക്കവുമില്ല. ഞാൻ ഇവിടേക്ക് വന്നത് അങ്ങ് സ്വർഗ്ഗാവകാശിയാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ അങ്ങയുടെ അമൽ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അങ്ങയുടെ പ്രത്യേകത, സ്വർഗത്തിലെത്താനുള്ള കാരണം എന്താണ്, ഇതറിയാനാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. ആ സഹോദരൻ ചോദിച്ചു, എന്നെ കുറിച്ച് എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞുവോ, ഞാൻ സ്വർഗത്തിലാണെന്ന് ഹബീബ് പറഞ്ഞുവോ? അതെ, 3 ദിവസമാണ് പറഞ്ഞത്. സ്വർഗ്ഗാവകാശിയായ ഒരാൾ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞപ്പോ 3 ദിവസവും കടന്നു വന്നത് നിങ്ങളാണ്. അപ്പോഴാണ് ആ വീട്ടുകാരൻ പറയുന്നത്, എന്നെ കുറിച്ച് എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണത്താലാണ് അങ്ങനെ പറഞ്ഞത്, ഒരൊറ്റ ഒരു കാരണത്താലാണ്. എനിക്കാരോടും പകയില്ല, എനിക്കാരോടും ചൊടിയില്ല, ആരോടും എനിക്ക് വൈരാഗ്യമില്ല, ആരോടും എനിക്ക് വിദ്വേഷമില്ല. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ എല്ലാവരോടും നല്ല സംശുദ്ധമായ മനസ്സുമായിട്ടാണ് കിടന്നുറങ്ങുന്നത്. എൻ്റെ കുടുംബക്കാരോട്
എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ നാട്ടുകാരോട്, എൻ്റെ ചങ്ങാതിമാരോട് ഞാൻ പിണങ്ങാറില്ല. ആരെക്കുറിച്ചും മോശമായി ഞാൻ ചിന്തിക്കാറില്ല. ആരെയും ഞാൻ വെറുക്കാറില്ല. എനിക്കാരോടും വിരോധമില്ല. എല്ലാവരോടും നല്ല മനസ്സാണ്, നല്ല ഫ്രണ്ട്ലിയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം അല്ലാഹുവിന്റെ ഹബീബ് എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് ആ സഹോദരൻ പറയുമ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതെ, ഇങ്ങനെ ജീവിക്കാൻ അല്പം പ്രയാസമാണ്. ആരോടും ചൊടിയില്ലാതെ ജീവിക്കാൻ അല്പം പ്രയാസം തന്നെയാണ്. ഭാര്യമാരോട്, മക്കളോട്, മാതാപിതാക്കളോട്, കുടുംബക്കാരോട്, ജ്യേഷ്ഠാനുജന്മാരോട്, നാട്ടുകാരോട്, ചങ്ങാതിമാരോട്, ജോലിക്കാരോട് പിണക്കമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ അല്പം പ്രയാസം തന്നെയാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രത്യേകത. ഈ ഒരു കാരണത്താൽ തന്നെയാണ് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകിയത് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. സ്വർഗം ലഭിക്കാൻ ഒരുപാട് നിസ്കരിക്കണമെന്നില്ല, ഒരുപാട് നോമ്പ് നോൽക്കണമെന്നില്ല, ഒരുപാട് ഹജ്ജും ഉംറയും ചെയ്യണമെന്നില്ല. ആരെയും വെറുക്കാതെ, ആരെയും വെറുപ്പിക്കാതെ, എന്നെ കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ, എന്നെ കൊണ്ട് ഒരാളും വേദനിക്കാൻ പാടില്ല എന്ന ചിന്തയോടെ ജീവിക്കുമ്പോൾ അത് മതി അല്ലാഹു നാളെ സ്വർഗം നൽകാൻ. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. എന്തൊക്കെയാണോ എനിക്ക് ആഗ്രഹമുള്ളത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ സഹോദരനും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വരെ നമ്മളിൽ ഒരാളും മുഅ്മിനാവുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ മുസ്ലിമായ സഹോദരനും വേണമെന്ന്, എന്റെ സുഹൃത്തിനും വേണമെന്ന്, എന്റെ അയൽവാസിക്കും വേണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ, എനിക്ക് വേണ്ടതൊക്കെ എന്റെ സഹോദരനും വേണം, ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ സഹോദരനും ഉണ്ടാവണം എന്ന് ഒരാൾ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും മുഅ്മിനല്ല. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്നുള്ള ഒരാളും പരിപൂർണമായ വിശ്വാസിയാവുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ മുഅ്മിനുകളിൽ പെടുവോ? ഹദീസാണ്, വളരെ സഹീഹായ ഹദീസാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങൾക്ക് നല്ലൊരു വണ്ടി വേണം, എന്റെ സഹോദരനും അത് ഉണ്ടായിരുന്നാൽ എനിക്ക് സന്തോഷമാണ് എന്ന ചിന്ത മതി. അവനെടുക്കുമ്പോൾ അസൂയ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് നല്ലൊരു വീട് വേണം, അതേപോലെ എന്റെ അയൽവാസിക്കും അല്ലാഹുവേ നീ നല്ലൊരു വീട് കൊടുക്കണേ. അവൻ വീടെടുക്കുമ്പോൾ നമ്മൾക്ക് അസൂയ ഉണ്ടാവാൻ പാടില്ല. അവൻ അല്ലാഹു മുതൽ നൽകുമ്പോൾ അസൂയ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ലഭിക്കുന്നതും അവന് ലഭിക്കുന്നതും ഒരുപോലെയാണ്. എനിക്കെന്തൊക്കെയാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ എന്റെ സഹോദരനും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വരെ നമ്മളിൽപ്പെട്ട ഒരാളും മുഅ്മിനാവൂല എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ചിന്തയിലേക്ക് പോവാൻ നമ്മൾക്ക് സാധിക്കുമോ? ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. എന്നെക്കാളും പ്രസക്തി എന്റെ ചങ്ങാതിമാർക്ക്, എന്റെ സുഹൃത്തുക്കൾക്ക്, എന്റെ സഹോദരങ്ങൾക്ക്. ഞാൻ അല്പം കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എന്റെ ചങ്ങാതിമാർ ആസ്വദിച്ചോട്ടെ. മഹാന്മാരായ അൻസ്വാരികളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വല്ലദീന തബവ്വഉദ്ദാർ. മഹാന്മാരായ മക്കക്കാരായ മുഹാജിരീങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്നപ്പോ മക്കയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിക്കുകയും എന്നിട്ട് മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിച്ച് മദീനയിലേക്ക് മക്കക്കാരായ സ്വഹാബാക്കൾ എത്തിയപ്പോ അവരെല്ലാവരും അവരുടെ വീട് രണ്ട് ഭാഗമാക്കി. ഒരു സ്വഹാബി മക്കത്തു നിന്ന് വന്ന ഒരാളെ, നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ, ഞാൻ ഇവിടെ താമസിക്കാം. രണ്ട് നിലയുള്ളവർ, ഒരു നില മക്കക്കാരന്, ഒരു നില അവർക്ക്. അവരുടെ കച്ചവടങ്ങളിൽ പകുതി പാർട്ട്ണർഷിപ്പ്. അതിൽ ക്യാപിറ്റൽ ഒന്നും ചോദിച്ചില്ല, ഒന്നും ചോദിക്കാതെ എല്ലാം അവർക്ക് വേണ്ടി. അവർക്ക് സ്വന്തം ആവശ്യങ്ങൾ ഉണ്ടായി, ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ച് മക്കക്കാർക്കാണ് അവർ പ്രത്യേകമായ പരിഗണന നൽകിയത്. രണ്ടും മൂന്നും ഭാര്യമാരുണ്ടായിരുന്നവർ 3 ഭാര്യമാരെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാര്യയെ സെലക്ട് ചെയ്തോളൂ, ഞാൻ തൊലാക്ക് ചെയ്ത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഇത്രയും സ്വന്തമായി സ്വന്തം താല്പര്യങ്ങളെക്കാളും മറ്റുള്ളവന്റെ താല്പര്യങ്ങൾക്ക് പരിഗണന നൽകിയവരാണ് അൻസാരികൾ. ഈ ഒരവസ്ഥയിലേക്ക്
എന്നെക്കാളും സന്തോഷം അവനുണ്ടാവട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വന്തം വീട്ടിലാണെങ്കിലും തന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, ഭർത്താവിന്റെ അനുജന്റെ ഭാര്യ, ഒരു വീട്ടിൽ താമസിക്കുന്ന 3 or 4 മരുമക്കൾ, എല്ലാവരും ചിന്തിക്കേണ്ടത് ഞാൻ അല്പം കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എന്റെ ജ്യേഷ്ഠത്തിക്ക് സന്തോഷമുണ്ടാവട്ടെ, എന്റെ അനുജത്തിക്ക് സന്തോഷമുണ്ടാവട്ടെ. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയാൽ എത്ര സന്തോഷമായിരിക്കും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? പ്രയാസങ്ങൾ ഉണ്ടാകുമോ? അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമോ? അസ്വസ്ഥതകൾ ഉണ്ടാകുമോ? എന്റെ അനുജത്തി അവൾ സുഖിക്കട്ടെ, അവൾ നല്ല ആസ്വദിക്കട്ടെ, ഞാൻ അല്പം കഷ്ടപ്പെട്ടാൽ എന്താ, ഞാനല്ലേ കഷ്ടപ്പെടുന്നത്, എന്റെ അനുജത്തി സന്തോഷിക്കട്ടെ എന്ന ചിന്തയിൽ വീട്ടിലുള്ള മരുമക്കൾ മാറിയാൽ ആ വീട്ടിൽ പിന്നെ കുഴപ്പങ്ങൾ എങ്ങനെ ഉണ്ടാവാനാണ്? പിന്നെ വീട് മാറി മറ്റൊരു വീടെടുത്ത് പോകേണ്ട അവസ്ഥയുണ്ടാകുമോ? അതുകൊണ്ട് എല്ലാ ആളുകളോടും പറയാനുള്ളത്, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് സ്വന്തത്തിന്റെ കാര്യം മാത്രം ചിന്തിക്കുന്നതിന് പകരം എന്റെ കാര്യം പിന്നെ എന്റെ സഹോദരൻ ഉഷാറായിക്കോട്ടെ, എന്റെ സഹോദരി ഉഷാറായിക്കോട്ടെ, എന്റെ കുടുംബക്കാരൻ, എന്റെ അയൽവാസി, എന്റെ നാട്ടുകാർ, എന്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് നല്ല വിശാലമായ വഴി വേണമെങ്കിൽ എന്റെ അയൽവാസിയും അതേപോലെ വാഹനം കൊണ്ട് വീട്ടിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ടാവട്ടെ. ആ ഒരു രീതിയിൽ എന്റെ വഴി അല്പം ഒരു 2 സെന്റ് പോയാലും എന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് റോഡുണ്ടാവട്ടെ, വഴിയുണ്ടാവട്ടെ എന്ന ചിന്തയോടെ നമ്മൾ ജീവിക്കാൻ ബാധ്യസ്ഥരാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ ജീവിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. എന്താണോ ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് എന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നമ്മളിൽ ഒരാളും മുസ്ലിം ആവൂല എന്നാണ്, മുഅ്മിനാവൂല എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. എന്ത് വേണം? സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി, കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. മദീനയിലേക്ക് പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മദീനക്കാരോട് പറഞ്ഞത് അഫ്ശുസ്സലാം, നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ സലാം പറയണം. ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും നാട്ടുകാരുടെയും ഇടയിൽ, മക്കളുടെ ഇടയിൽ, ചങ്ങാതിമാരുടെ ഇടയിൽ, അയൽവാസികളുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കാൻ നിങ്ങൾ എന്ത് വേണം? സലാം പറയണം. കുടുംബബന്ധം ചേർക്കണം, പിണങ്ങാൻ പാടില്ല. കുടുംബബന്ധം തെറ്റി നിന്നാൽ അവരുടെ ഒരു അമല് പോലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്ന ഭാര്യ, അവൾക്ക് മാലാഖമാരുടെ, ലോകത്തുള്ള സർവ്വചരാചരങ്ങളുടെ ശാപമുണ്ട് എന്ന് പഠിപ്പിച്ചു. എന്തിന്? ഭർത്താവും ഭാര്യയും പിണങ്ങാതിരിക്കാൻ. ഭർത്താവിന്റെയും ഭാര്യയുടെയും ഇടയിൽ പിണക്കം കാണുമ്പോൾ അത് കണ്ടിട്ടാണ് മക്കൾ വളരുന്നത്. ഭർത്താവും ഭാര്യയും പിണങ്ങാൻ പാടില്ല. ഭർത്താവ് പിണങ്ങുമ്പോ ഭർത്താവിന്റെ വിരലുകൾക്കിടയിൽ തന്റെ കൈവിരലുകൾ കോർത്തിട്ട് ഭർത്താവിനോട് പറയണം, നിങ്ങൾ എന്നോട് സംസാരിക്കാതെ, നിങ്ങൾ എന്നോട് മിണ്ടാതെ, നിങ്ങൾ എന്നോട് ചിരിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ ഉറങ്ങൂല എന്ന് പറഞ്ഞ് ഭർത്താവിനെ സമാശ്വസിപ്പിക്കുന്ന ഭാര്യ, ആ ഭാര്യ സ്വർഗത്തിലാണ് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീൻ. പിണക്കങ്ങൾ മറക്കാം, തർക്കങ്ങൾ മറക്കാം. അകലാനുള്ള കാരണം കണ്ടെത്തുന്നതിന് പകരം എങ്ങനെ അടുക്കാമെന്ന് ചിന്തിക്കാം. വെറുതെ ആവശ്യമില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ, ആവശ്യമില്ലാത്ത തർക്കങ്ങളും സംവാദങ്ങളും എല്ലാം മാറ്റിവെച്ച് എങ്ങനെ യോജിക്കാമെന്ന ചിന്തയിലേക്ക് നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ പറഞ്ഞത് ഐക്യത്തിന്റെ ആഹ്വാനമായിരുന്നു. സലാം പറയാൻ പറഞ്ഞത് സാമുദായിക ഐക്യമുണ്ടാവാനാണ്. ഭക്ഷണം നൽകാൻ പറഞ്ഞത് സ്നേഹം വർദ്ധിക്കാനാണ്. സിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണേ, ആരും പിണങ്ങി നിൽക്കരുത്. എല്ലാ കുടുംബക്കാരും ഐക്യത്തോടെ നിന്നാൽ പിന്നെ എങ്ങനെയാണ് ആ നാട്ടിൽ പിണക്കങ്ങൾ ഉണ്ടാവുന്നത്? സിലുൽ അർഹാം വഅത്ഇമുത് തആം, ഭക്ഷണം നൽകാൻ പറഞ്ഞത് സ്നേഹം വർദ്ധിക്കാനാണ്. കുടുംബക്കാരെ വിളിച്ച്, നാട്ടുകാരെ വിളിച്ച്, അയൽവാസികളെ വിളിച്ച് ഇടയ്ക്കിടെ ഭക്ഷണം നൽകുമ്പോ അത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബന്ധം ഊട്ടിയുറക്കാൻ കാരണമാകും. ഇത് പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരോട്, സഹോദരന്മാരോട് പറയാനുള്ളത്, ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കരുത്. അവൾ പറയാത്തത് നമ്മൾ ആലോചിക്കരുത്. പറഞ്ഞത് തന്നെ ചിന്തിക്കാനും ആലോചിക്കാനും ഉണ്ടാകുമ്പോ എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചെടുക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വല്ലന്ന, നിങ്ങൾ വിചാരത്തെ സൂക്ഷിക്കണേ, ഇല്ലാത്തത് വിചാരിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും മിണ്ടുന്നത് കാണുമ്പോ വിചാരിക്കരുത് എന്നെ കുറിച്ച് പറഞ്ഞതാണെന്ന്.
ഭർത്താവിന്റെ മാതാവ് ഭർത്താവിനോട് സംസാരിക്കുന്നത് കാണുമ്പോൾ വിചാരിക്കരുത് എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കുകയാണെന്ന്. അങ്ങനെ പല പെണ്ണുങ്ങളും ചിന്തിക്കാറുണ്ട്. അങ്ങനെ പല വീട്ടുകളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇയ്യാകും വല്ലന്ന, നിങ്ങൾ അറിയാത്തത് കേൾക്കാത്തത് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. ഇല്ലാത്ത ചിന്തകൾ, ഇല്ലാത്ത വിചാരങ്ങൾ, ഇല്ലാത്ത ഭാവനകൾ, ഇല്ലാത്ത ഊഹാപോഹങ്ങൾ അതൊന്നും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. കാരണം ചില ചിന്തകൾ, ചില ഭാവനകൾ, ചില വിചാരങ്ങൾ അത് ഏറ്റവും വലിയ നുണയാണ്. അത് വലിയ ആപത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വലാ തഹസ്സസു വലാ തജസ്സസു, നിങ്ങൾ പരസ്പരം ചാരപ്പണി എടുക്കരുത്. എന്താണ് അവർ സംസാരിക്കുന്നത്, അവരുടെ ഇടയിൽ സംസാരം എന്ത് എന്ന് പറഞ്ഞ് നിങ്ങളത് ചെവി കൊടുത്ത് അങ്ങോട്ട് പോയി ഇല്ലാത്ത വാർത്തകൾ കേൾക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ മെസ്സേജുകൾ വായിക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ ഇൻബോക്സുകൾ നോക്കാൻ ശ്രമിക്കരുത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മഹാനായ മഹാനായ ഒരു സ്വഹാബിയും രണ്ടുപേരും രാത്രി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വീടിന്റെ അകത്തളങ്ങളിൽ വലിയ കോലാഹലം കേൾക്കാനിടയായത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അതേപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും രാത്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വീടിന്റെ അകത്തളങ്ങളിൽ കോലാഹലം കേൾക്കാനിടയായത്. ശബ്ദമുണ്ടവിടെ, പാട്ടിന്റെ ശബ്ദം, കള്ളു കുടിക്കുന്നുണ്ട്. അങ്ങനെ അവർ പതുക്കെ, ആരാരും അറിയാതെ പതുക്കെ നടന്നു വന്നിട്ട് ആ വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ അല്പം ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി കള്ളു കുടിച്ച് അർമാദിക്കുകയാണ്, കള്ളു കുടിച്ച് ആനന്ദിക്കുകയാണ്. ഇത് ആരാണ് കാണുന്നത്? ആ രാജ്യത്തിന്റെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് കണ്ണുകൊണ്ട് കാണുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കള്ളു കുടിച്ച ആളുകൾക്ക് 80ഓളം അടി ഹദ്ദായിട്ട് നൽകണമല്ലോ, കള്ളു കുടിക്കാൻ പാടില്ലല്ലോ, കള്ളു കുടിക്കൽ ഹറാമാണല്ലോ, കള്ളു കുടിച്ചവരെ ശിക്ഷിക്കണ്ടേ എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇല്ല, ഞാൻ അയാളെ ശിക്ഷിക്കൂല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് വലാ തജസ്സസു വലാ തഹസ്സസു, നിങ്ങൾ ചാരപ്പണി എടുക്കരുത്. എവിടെയാണ് തെറ്റുള്ളത് എന്ന് അങ്ങോട്ട് പോയി നോക്കാൻ പാടില്ല. ഏതെങ്കിലും വീടിന്റെ അകത്തേക്ക് എത്തി നോക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ മുമ്പിൽ പെട്ടാൽ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ തെളിവുമായി കടന്നു വന്നാൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ പാടുള്ളൂ. ഇല്ലാത്ത കിംവദന്തികൾ കൊണ്ടോ, ഇല്ലെങ്കിൽ അങ്ങോട്ട് തേടിപ്പോയി ഹിഡൻ ക്യാമറകൾ വെച്ച്, ഒളി ക്യാമറകൾ വെച്ച് ഒരാളെയും നമ്മൾ ശിക്ഷിക്കാൻ പാടില്ല. ഞാൻ ശിക്ഷിക്കൂല, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. ഒരാളുടെ വീട്ടിലേക്ക് സമ്മതമില്ലാതെ എത്തി നോക്കുന്നത് തെറ്റാണല്ലോ, അതുകൊണ്ട് ഞാൻ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശിക്ഷിച്ചില്ല. അങ്ങനെ ചെയ്യരുത്. മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ വീട്ടിലേക്ക് കയറാൻ പാടില്ല. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്? വീട്ടിലേക്ക് കയറുമ്പോൾ ചില മര്യാദകളുണ്ട്, വീട്ടിലേക്ക് കയറുമ്പോൾ ചില മര്യാദകളുണ്ട്, ചില അദബുകളുണ്ട്. അത് മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ആരാന്റെ വീട്ടിലേക്ക്, അയൽവാസികളുടെ വീട്ടിലേക്ക്, കുടുംബക്കാരുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ഡയറക്റ്റ് അകത്തേക്ക് കടന്നു പോകാൻ പാടില്ല. വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ വരെ സമ്മതമില്ലാതെ അകത്തേക്ക് കയറാൻ പാടില്ല. ആദ്യമായൊരു കോളിംഗ് ബെല്ലടിക്കണം. ആരും അകത്തു നിന്ന് വന്നില്ല. രണ്ടാമതും ഒരു കോളിംഗ് ബെല്ലടിക്കണം. ആരും അകത്തു നിന്ന് വന്നില്ല. മൂന്നാമതും ഒരു കോളിംഗ് ബെല്ലടിക്കണം. മൂന്നാമതും ആരും ആ വീട്ടിൽ നിന്ന് വന്നില്ലെങ്കിൽ പിന്നെ എവിടെ നിൽക്കാൻ പാടില്ല. നേരെ തിരിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊള്ളണം. കോളിംഗ് ബെല്ലടിച്ചാൽ തന്നെ ഒരു തവണ ബെല്ലടിച്ച് ഒരു തവണ സലാം പറഞ്ഞ് വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല. കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാണ്, സൽക്കാരങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി പോയതാണ്. കോളിംഗ് ബെല്ലടിച്ചു, വീടിന്റെ വാതിലിന്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ല. വാതിലിങ്ങോട്ടാണെങ്കിൽ അതിൽ നിന്ന് മാറി പുറകോട്ട് നോക്കി നിൽക്കണം. വാതിലിവിടെയാണെങ്കിൽ പുറകോട്ട് നോക്കിയിട്ടാണ് നിൽക്കേണ്ടത്. ഒന്നാമത്തെ കോളിംഗ് ബെല്ലടിച്ചിട്ട് പുറകോട്ട് നോക്കി നിൽക്കണം അയാൾ. കാരണം വാതിൽ തുറക്കുന്നത് പെണ്ണാണെങ്കിൽ, വാതിൽ തുറക്കുന്നത് സ്ത്രീയാണെങ്കിൽ രണ്ടുപേരും പരസ്പരം കാണാതിരിക്കാനാണ്. പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് ഇവന് വല്ലതും തോന്നാതിരിക്കാൻ, ഇവനെ കണ്ടിട്ട് പെണ്ണിന് വല്ലതും തോന്നാതിരിക്കാൻ. പിശാചാണല്ലോ മനുഷ്യന്മാരെ തിന്മയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ
ഹറാമ് കാണാതിരിക്കാനും ഹറാമ് ചെയ്യാതിരിക്കാനും കോളിംഗ് ബെല്ലടിച്ചാൽ പുറം ഭാഗത്തേക്ക് നോക്കി നിൽക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. രണ്ടാമത്തെ കോളിംഗ് ബെല്ലടിച്ച് അങ്ങോട്ട് നോക്കി നിൽക്കണം. വാതിൽ തുറന്ന പെണ്ണ് അങ്ങോട്ട് നോക്കി നിൽക്കുന്ന പുരുഷനെ കാണുമ്പോൾ മനസ്സിലാകും ഇവൻ ദീനുള്ള പുരുഷനാണെന്ന്. വാതിലിന്റെ മറയിൽ നിന്ന് ചോദിക്കും എന്താണ് വേണ്ടത് എന്ന്. പുരുഷന്മാരില്ലെങ്കിൽ പുരുഷന്മാരില്ല എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇത്രത്തോളം മാന്യമായി മറ്റുള്ളവന്റെ രഹസ്യങ്ങൾ ചോർത്താൻ പാടില്ല, മറ്റുള്ളവന്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലരുത്. ചില ആളുകളുണ്ട് കല്യാണം വിളിക്കാൻ ചെന്നാൽ 2-3 തവണ കോളിംഗ് ബെല്ലടിച്ചാൽ പിന്നെ നേരെ ചെല്ലുന്നത് കിച്ചണിലേക്കാണ്. പിന്നെ കിച്ചണിൽ എത്തി നോക്കുകയാണ് ആരാണതിന് സമ്മതം തന്നത്. കണ്ണ് ചൂഴ്ന്നെടുക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഹബീബിന്റെ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്ന എത്തി നോക്കിയ ഒരു സ്വഹാബിയുടെ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സമ്മതമില്ലാതെ വീട്ടിലേക്ക് എത്തി നോക്കാൻ പാടില്ല. തുറന്നിരിക്കുന്ന വാതിലാണെങ്കിൽ വരെ സമ്മതമില്ലാതെ അകത്തേക്ക് കടക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അവരേത് വേഷത്തിലാണെന്ന് നമ്മൾക്കറിയില്ല. തലയിൽ തട്ടമുണ്ടോ? വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും നൈറ്റ് ഡ്രസ്സിലാണെങ്കിൽ, അങ്ങനെയുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചർച്ചയിലാണെങ്കിൽ കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കാൻ, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കാൻ വേണ്ടി സമ്മതമില്ലാതെ ഒരാളും അകത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഇല്ലാത്ത ഭാവനകൾ, നിങ്ങൾ വിചാരങ്ങളെ, ചില ചിന്തകളെ ഒഴിവാക്കണം. ആരെങ്കിലും സംസാരിക്കുന്നത് കാണുമ്പോ അത് എന്നെ കുറിച്ച് പറഞ്ഞതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് വായിൽ നിന്ന് വന്നിട്ട് തന്നെ ഉണ്ടാവൂല. അങ്ങനെ ചെയ്താൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. അത് നിങ്ങളുടെ നുണയിൽപ്പെട്ടതാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു വഖൂലൂ ഇബാദല്ലാഹി ഇഖ്വാനാ, സഹോദരങ്ങളെ നല്ല സാഹോദര്യത്തോടുകൂടെ ജീവിക്കണേ, ഐക്യത്തോടെ ജീവിക്കണേ. നല്ല കെട്ടുറപ്പുള്ള ഭദ്രമായ ചിന്തയോടുകൂടി, ചിന്നിച്ചിതറാതെ, ശിഥിലമാവാതെ, ഛിദ്രതയില്ലാതെ വളരെ ഐക്യത്തോടെ സംഘടിച്ചു നിൽക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാവണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ. മരിക്കാൻ കിടക്കുന്ന ഒരു പിതാവ് തന്റെ മക്കളെ കുറിച്ച് മക്കളെയെല്ലാം വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന ഒരു കവിതയുണ്ട്. മരിക്കാൻ പോവുകയാണ് അദ്ദേഹം, തന്റെ മക്കളെ വിളിക്കുന്നുണ്ട്, മക്കളെ ഉപദേശിക്കുന്നുണ്ട്. കൂനൂ ജമീഅൻ യാ ബനിയാ ഇദാ തറാ ഖതബൻ വലാ തതഫറഖൂ ആഹാദാ തഅബല്ലിമാഹു ഇദാ ജതമഅന തകസ്സുറാ ഇദാ ഇഫ്തറഖന തകസ്സറത് ആഹാദാ. അദ്ദേഹം അമീറുൽ അറബ് അബുൽ വലീദ് ഷൈബാനി എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ മക്കളോട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞൊരു ഉപദേശമാണ്. അദ്ദേഹം രോഗശയ്യയിലാണ്, മരണശയ്യയിലാണ്. 5 മക്കളെ വിളിച്ചു, മക്കളോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒരു വടി കൊണ്ടുവരണം. മരിക്കാൻ കിടക്കുമ്പോ എന്തിനാണ് ഇപ്പൊ വടി? അല്ല, നിങ്ങൾ പോയി കൊണ്ടുപോവാ. ഇപ്പൊ മരിക്കാൻ കിടക്കാൻ അവസാനത്തെ ചക്രശ്വാസം വലിക്കുന്ന സമയത്ത് 5 മക്കളെയും വിളിച്ചിട്ട് ഇപ്പൊ പറയാണ് നിങ്ങളെല്ലാവരും ഓരോ വടി കൊണ്ടുവരണം. വടി കൊണ്ടുവന്ന് 5 പേരോടും വടി ഒന്നിച്ചു വെക്കാൻ പറഞ്ഞു. ഒരു കയറെടുത്ത് കെട്ടാൻ പറഞ്ഞു. 5 പേരും 5 വടികളെയും കയറെടുത്ത് കെട്ടി. എന്നിട്ട് ആ 5 വടികളുള്ള ആ വടിയുടെ കെട്ടിനെ മൂത്ത മകന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, പൊന്നുമോനെ ഈ വടിയുടെ കെട്ടൊന്ന് പൊട്ടിച്ചു തരുമോ? മകൻ ഒരുപാട് പരിശ്രമിച്ചിട്ടും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. 2ാമത്തെ മകന്റെ കയ്യിൽ കൊടുത്തു, പൊട്ടിയില്ല. 3ാമത്തെ മകന്റെ കയ്യിലും കൊടുത്തു, പൊട്ടിയില്ല. 4ാമത്തെ മകന്റെ കയ്യിലും കൊടുത്തു, പൊട്ടിയില്ല. 5ാമത്തെ മകന്റെ കയ്യിലും കൊടുത്തു, പൊട്ടിയില്ല. 5 പേരാണ് പരിശ്രമിച്ചത് ആ വടിയുടെ കെട്ട് പൊട്ടിച്ചു കളയാൻ വേണ്ടി. എന്നിട്ട് ഇപ്പൊ 5 പേരോടും പറഞ്ഞു ഇനി ആ കെട്ടിവിടെ വെക്ക്, എന്നിട്ടതിന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റ്. ഓരോ ആളുകളും അവരവരുടേതായ വടികൾ കയ്യിൽ പിടിക്കൂ, എന്നിട്ടതൊന്ന് പൊട്ടിച്ചു നോക്കൂ. 5 പേരും ഒരു പ്രയാസവുമില്ലാതെ വടിയെ പൊട്ടിച്ചു കളഞ്ഞപ്പോഴാണ് ആ പിതാവ് മക്കളോട് പറഞ്ഞത്, മക്കളെ എന്റെ കാലശേഷം, എന്റെ മരണശേഷം നിങ്ങൾ 5 പേരും ഒന്നിച്ചു നിന്നാൽ നിങ്ങളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ 5 പേരും ഒന്നിച്ചു നിന്നാൽ നിങ്ങളെ നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അല്ലാതെ നിങ്ങൾ 5 പേരും ഛിന്ന ഭിന്നമായി വ്യത്യസ്ത അഭിപ്രായക്കാരായി പരസ്പരം അടിച്ച് പരസ്പരം വേർപിരിഞ്ഞാൽ നിങ്ങളെ നശിപ്പിക്കാൻ, നിങ്ങളുടെ രക്തം കുടിക്കാൻ കാത്തിരിക്കുന്ന ചില ചെന്നായകളുണ്ട്,
ചില ഗുരുക്കന്മാരുണ്ട്, നിങ്ങൾ ഭിന്നിക്കുന്നത് കാണാനും തർക്കിക്കുന്നത് കാണാനും പരസ്പരം ചോര ചിന്തുന്നത് കാണാനും അടിപിടി കൂടുന്നത് കാണാനും അത് കണ്ടിട്ട് ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭിന്നിച്ചു നിൽക്കല്ല, മാറി മാറി നിൽക്കല്ല. ഒന്നിച്ചു നിന്നാൽ നിങ്ങളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ നല്ല കെട്ടുറപ്പുള്ള ഭദ്രതയോടെ ചങ്കൂറ്റത്തോടെ എല്ലാവരും ഐക്യത്തോടെ നിന്നാൽ നിങ്ങളെ നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിക്കുന്ന പദ്ധതി, ആലോചിക്കുന്ന പദ്ധതി എങ്ങനെയാണ് ഭിന്നിപ്പിക്കുക എന്നാണ്. സംഘടനകളായി, രാഷ്ട്രീയ പാർട്ടികളായി, പല വിഭാഗങ്ങളായി മുസ്ലിം സമുദായത്തെ ഛിന്ന ഭിന്നമാക്കി വോട്ടുകൾ പല സ്ഥലങ്ങളിലേക്കും മാറ്റിമറിച്ച് ഇതിനെ നശിപ്പിക്കാനും ഇതിനെ തകർക്കാനും പല ഗൂഢമായ ആലോചനകളും പല ഗൂഢമായ ചിന്തകളും മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ തന്നെ പല ചർച്ചകളും നടക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള സന്മനസ്സാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കുണ്ടാവേണ്ടത്. വർഗീയതയുടെ പേര് പറഞ്ഞിട്ട് പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി പലരും പല രാഷ്ട്രീയ പാർട്ടികളായി ചിഹ്നിച്ചതാനല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി സംഘടനയുടെ പേരിൽ പരസ്പരം ചിഹ്നിച്ചു തരാനല്ല, അടിപിടി കൂടാനല്ല, ഭിന്നിക്കാനല്ല, അതിന്റെ പേരിൽ കേസ് കൊടുക്കാനല്ല. ഒരാവശ്യവുമില്ലാതെ സംഘടനാ വിരോധം കൊണ്ട് ഇല്ലാത്ത വാർത്തകൾ പടച്ചുണ്ടാക്കി കെട്ടിച്ചമച്ചുണ്ടാക്കി ചില ആളുകളെ പോലീസുകാരെ വിളിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യിക്കാനല്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒന്നിച്ചു നിന്ന് സമുദായത്തിന്റെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാടിനെ തകർക്കരുത്. അത് അപകടമാണ്, അത് നാശമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു സമുദായത്തിൽ അള്ളാഹു ഖൈറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമുദായത്തിൽ ഐക്യമുണ്ടാകും. ഒരു സമുദായത്തിന്റെ നന്മയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമുദായം നല്ല ഐക്യത്തോടെ ആയിരിക്കും. ഒരു നാടിന്റെ നന്മയാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നാടിൽ ഐക്യത്തോടെയാകും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സമുദായത്തെ നശിപ്പിക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരു നാടിനെ നശിപ്പിക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരു കച്ചവടത്തെ, ഒരു ബിസിനസ് സാമ്രാജ്യങ്ങളെ, ഒരു കുടുംബത്തെ, ഒരു നാട്ടുകാർ, ഒരു സംഘടനയെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ നശിപ്പിക്കാനാണ് അല്ലാഹുവിന്റെ തീരുമാനമെങ്കിൽ അൽസമഹുമുൽ ജദല, അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലാത്ത വിഷയങ്ങൾ പറഞ്ഞിട്ട്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട്, ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിലാണ് ഇവിടെ തർക്കങ്ങൾ ഉണ്ടാവുന്നത്. ഒന്ന് കണ്ണടച്ചാൽ മതി. വെറുതെ ആവശ്യമില്ലാത്ത കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം, ആവശ്യമില്ലാത്ത സമരങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ഒന്ന് കണ്ണടച്ച് പേഴ്സണലായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട വിഷയങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഓരോ ആളുകൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് വെറുതെ പല്ലിൽ കുത്തി സ്വയം മണക്കുന്നത് പോലെ സമുദായത്തെ നാട്ടിച്ചു കളയരുത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇദാ അറാദല്ലാഹു ബിഖൗമിൻ ശർറാ, ഒരു സമുദായത്തിന്റെ നാശമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ അൽസമഹുമുൽ ജദല, ആ സമുദായത്തിൽ എന്നും തർക്കങ്ങളായിരിക്കും, ആ നാട്ടിലെന്നും തർക്കങ്ങളായിരിക്കും, ആ കുടുംബങ്ങളിലൊന്നും തർക്കമായിരിക്കും. വമനഅഹുമുൽ അമൽ, അമൽ ചെയ്യാൻ ഒരാളും ഉണ്ടാവൂല. തർക്കം മാത്രം, അമലില്ല, പ്രവർത്തിക്കാൻ ആളുകളില്ല, തർക്കിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. യാഥാർത്ഥ്യമല്ലേ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ തർക്കിക്കാൻ എത്ര ആളുകളാണ്, കമന്റ് അടിക്കാൻ എത്ര ആളുകളാണ്, പോസ്റ്റ് ചെയ്യാൻ എത്ര ആളുകളാണ്. ഇല്ലാതെ വെറുതെ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഐക്യം തന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർ. എന്നാൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ വിളിച്ചാൽ ഒരാളെയും പ്രവർത്തിക്കാൻ കിട്ടുകയുമില്ല. അങ്ങനെ അവസ്ഥയാണ് നാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ പിറ്റി കേസാണ്, അതിലൊക്കെ വെറുതെ പർവ്വതീകരിച്ച് എല്ലാവർക്കും അഭിപ്രായം, ഓരോ ആളുകൾ ഓരോ കോണിൽ നിന്ന് ഓരോ അഭിപ്രായങ്ങൾ. അതിനു പകരം അവരൊന്ന് അമല് ചെയ്യാൻ, ഒന്ന് പ്രവർത്തിക്കാൻ വേണ്ടി വിളിച്ച ആരും ഉണ്ടാവില്ല, തർക്കിക്കാൻ ഉഷാറാണ്. ഈ ഒരു രീതി മാറ്റണം. ഇദാ അറാദല്ലാഹു ബിഖൗമിൻ ശർറാ, ഒരു സമുദായത്തെ നശിപ്പിക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമുദായം എന്നും തർക്കിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ അമല് ചെയ്യാൻ ആളെ കിട്ടൂല, തർക്കം മാത്രമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കാണാൻ വേണ്ടി പോവുകയാണ് തൂരിസീന പർവ്വതത്തിലേക്ക് അള്ളാഹുവിനെ കാണാൻ വേണ്ടി മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പോവുകയാണ്.
അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ചില അനുയായികളുണ്ട്. എല്ലാവരും കൂടി അള്ളാഹുവിനെ കാണാൻ പോയി. അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, മൂസാ നബിയെ, നിങ്ങളുടെ കൂടെ ഒരുപാട് അനുയായികളുണ്ടല്ലോ, അവരെ ഒഴിവാക്കി അല്പം നേരത്തെ വരാനുള്ള കാരണം എന്ത്? അപ്പോഴാണ് മൂസാ നബി പറയുന്നത്, അല്ലാഹുവേ, നിന്റെ ഇഷ്ടം ലഭിക്കാനാണ്, നിന്റെ സ്നേഹം കിട്ടാനാണ് അവരെക്കാളും മുമ്പിൽ വേഗത്തിൽ ഞാൻ നടന്നു വന്നത്. എന്നിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു 40 ദിവസത്തെ ദൈർഘ്യം കഴിഞ്ഞിട്ട് തന്റെ സമുദായത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് സമുദായമാകെ ചിന്നിച്ചിതറിയിരിക്കുകയാണ്, സമുദായമാകെ ഭിന്നിച്ചിരിക്കുകയാണ്. ചില ആളുകൾ പശുക്കളെ ആരാധിക്കാൻ തുടങ്ങി. ചില ആളുകൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതാണ് ശരി, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഞാൻ ആരാധിക്കൂല എന്ന് പറഞ്ഞ് മൂസാ നബിയുടെ വിശ്വാസക്കാരായി. മറ്റു ചിലർ ഇതാണോ ശരി അതാണോ ശരി എന്നറിയാതെ മറ്റൊരു വിഭാഗം, 3 വിഭാഗങ്ങളായി മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായം മാറി. ഒന്ന്, പശുക്കുട്ടി ആരാധിക്കുന്നവർ, ബിംബങ്ങളെ ആരാധിക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗം, അത് ശിർക്കാണ്, അത് ചെയ്യരുത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത് അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലാഹുവിനെയല്ലേ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിക്കുന്നവർ. മൂന്നാമതൊരു വിഭാഗമുണ്ടായി, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാത്ത വിഭാഗം. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച് തിരിച്ച് സമുദായത്തിലേക്ക് വരുമ്പോഴേക്കും സമുദായമാകെ ഛിന്ന ഭിന്നമായിരിക്കുകയാണ്. തന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയാണ് സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നത്, സമുദായത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയാണ്. തിരിച്ചെത്തി നേരെ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് കടന്നു വന്നു. ഖാല യാ ഹാറൂൻ മാ മനഅക ഇദ് റഅയ്തഹും ളല്ലൂ, അവർ പിഴക്കുന്നത് നിങ്ങൾക്ക് കണ്ടില്ലേ, നിങ്ങൾ എന്തേ അവരെ തടയാഞ്ഞത്? പശുക്കുട്ടിയെ ആരാധിക്കുന്നത്, ശിർക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ, എന്തേ അവരെ തടയാഞ്ഞത്? മാ മനഅക ഇദ് റഅയ്തഹും ളല്ലൂ, അവർ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് എന്തേ അവരെ തടയാത്തത് എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്. അല്ലാ തത്തബിഅനി അഫഅസൈത അംരി, ഞാൻ പറഞ്ഞത് കേൾക്കാമായിരുന്നില്ലേ, എന്റെ വാക്കുകൾ ധിക്കരിച്ചുവല്ലേ, ഞാൻ എന്താ പറഞ്ഞത്? നല്ല ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാനല്ലേ ഞാൻ പറഞ്ഞത്, എന്റെ സമുദായത്തെ സംരക്ഷിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പോയപ്പോഴേക്കും എന്റെ സമുദായം 3 തട്ടുകളായി മാറിയല്ലോ, എന്തേ അവരെ ബിംബങ്ങളെ ആരാധിക്കരുത് എന്ന് എന്തേ അവരോട് പറയാത്തത് എന്ന് പറഞ്ഞ് താടിക്ക് പിടിച്ചു. ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ താടി പിടിച്ചു. قال يا ابن لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل. എന്റെ ഉമ്മാന്റെ മോനെ, എന്റെ സഹോദര, ഞാൻ ഇവരെ ഉപദേശിക്കാതിരുന്നത്, പശുക്കുട്ടിയെ ആരാധിക്കുന്നതിൽ നിന്ന് തടയാതിരുന്നത്, എന്റെ താടി പിടിച്ച് വലിക്കല്ല, എന്റെ മുടി പിടിച്ച് വലിക്കല്ല. ലാ തഅഖുദ് ബിലിഹിയതി, എന്റെ താടി പിടിച്ച് വലിക്കല്ല. വലാ ബിറഅസി, എന്റെ തലയുടെ മുടി പിടിച്ച് വേദനിപ്പിക്കല്ല എന്റെ പൊന്നു സഹോദര. ഞാൻ ഇവരെ ഉപദേശിക്കാതിരുന്നത്, ഇവർ ശിർക്ക് ചെയ്യുന്നത് കണ്ട് തടയാതിരുന്നത്, ഇന്നി ഖശീത്, ഞാൻ പേടിച്ചു പോയി, തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീൽ, ഞാൻ ഇവരെ ഉപദേശിക്കാൻ നിന്നാൽ ഇവർ ഇനിയും ഛിന്ന ഭിന്നമാകുമോ എന്ന് ഞാൻ പേടിച്ചു പോയി, ഇവർ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളായി മാറുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. പലരും പല അഭിപ്രായങ്ങളായി, പല തട്ടുകളായി, പല കോണുകളായി. ഇവിടെ അസ്വാരസ്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. നിങ്ങൾ വന്നിട്ട് ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ശിർക്ക് നടന്നപ്പോഴാണ് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം ഇനിയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ടാവരുത്, ഇനിയും ഇതിന്റെ പേരിൽ ഇവിടെ അടിപിടി ഉണ്ടാവരുത്, ഇതിന്റെ പേരിൽ കോലാഹലങ്ങൾ ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് ഒന്നും മിണ്ടാതെ എല്ലാം നോക്കി നിൽക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം വരുന്നത് വരെ ഒരുപക്ഷെ ഞാൻ ഇടപെട്ടാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞ് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം ശിർക്ക് ചെയ്യുന്ന ആളുകളെ പോലും തടയാതെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കാത്തിരുന്ന ചരിത്രം നമ്മൾക്ക് പാഠമാണ്. എന്ത് വേണം? പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, ഉള്ള പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, എങ്ങനെ പിണങ്ങാമെന്നല്ല, എങ്ങനെ ഇണങ്ങാമെന്ന് ചിന്തിക്കണം.
പലരും ഇണങ്ങാനുള്ള കാരണം കണ്ടെത്തുന്നതിന് പകരം പിണങ്ങാനുള്ള കാരണമാണ് കണ്ടെത്തുന്നത്. കല്യാണത്തിന് പോയപ്പോൾ തന്റെ വസ്ത്രത്തെക്കുറിച്ചൊന്ന് ചീത്ത പറഞ്ഞു, വസ്ത്രത്തെ ഒന്ന് താഴ്ത്തി പറഞ്ഞു. അതിന്റെ പേരിലാണ് വർഷങ്ങളോളം പലരും പിണങ്ങി നിന്നത്. കല്യാണത്തിന് ക്ഷണിക്കാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ക്ഷണിച്ചിട്ട് വരാത്തതിന്റെ പേരിൽ, പല കാരണങ്ങളാൽ വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകുമ്പോ അവരോടാണ് ഞാൻ പറയുന്നത്, പിണങ്ങാനുള്ള കാരണം കണ്ടെത്തരുത്. എന്നെ കല്യാണത്തിന് ക്ഷണിച്ചില്ലെങ്കിൽ എന്റെ കല്യാണത്തിന് അവനെ നേരത്തെ ക്ഷണിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. ഞാൻ ക്ഷണിച്ചിട്ടവൻ വന്നില്ലെങ്കിൽ അവന്റെ കല്യാണത്തിന് ക്ഷണിക്കാതെ തന്നെ പോവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട്, ഓരോ ഒഴിവുകൾ പറഞ്ഞിട്ട് പരസ്പരം മാറി നിൽക്കാനുള്ള ചിന്ത നമ്മൾക്ക് വേണ്ട. മുഅ്മിനീങ്ങളെ, അത് അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. സമിഅതു റജുലൻ ഖറഅ ആയ, ഒരു സഹാബി ഒരു ആയത്ത് ഓതുന്നത് കേൾക്കാനിടയായി. ഒരു സഹാബി ഒരു ആയത്ത് ഓതുന്നത് കേൾക്കാനിടയായി. വസമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഖിലാഫഹാ, നബി തങ്ങൾ അതുപോലെയല്ല, വേറൊരു രീതിയിലാണ് നബി തങ്ങൾ ഓതി തന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നതിൽ നിന്ന് മാറി മറ്റൊരു രീതിയിൽ ഓതുന്നത് കാണാനിടയായി. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഖുർആൻ പഠിപ്പിച്ചതിന് പകരം മറ്റൊരു സ്റ്റൈലിൽ ഓതുന്നത് കാണാനിടയായി. നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെയല്ല ആ സ്വഹാബി ഖുർആൻ ഓതുന്നത്. ഇത് കണ്ടപ്പോഴാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നത്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, ഇന്നാലിന്ന സഹോദരൻ നിങ്ങൾ പഠിപ്പിച്ചതുപോലെയല്ല ഖുർആൻ ഓതിയത്, നിങ്ങൾ ഓതി തന്നതുപോലെയല്ല ഖുർആൻ ഓതിയത്, അവർ വേറൊരു രീതിയിലാണ് ഓതിയത് എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ഞാൻ പറഞ്ഞപ്പോ ഫഅറഫ്തു ഫീ വജ്ഹിഹിൽ കറാഹിയ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് എന്തോ ഒരു വിമുഖത ഞാൻ മനസ്സിലാക്കി, എന്തോ ഒരു വൈക്ലഭ്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞത് ഹബീബിന് ഇഷ്ടമില്ലാത്തതുപോലെ എനിക്ക് തോന്നി. ഖുർആൻ തന്നെ മാറ്റിയിട്ടാണ് ഓതിയത്, ഹബീബ് ഓതിയതല്ലാതെ മറ്റൊരു രീതിയിൽ ഖുർആൻ ഓതിയ ചെറുപ്പക്കാരനെ കണ്ടപ്പോഴാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, നിങ്ങൾ ഓതുന്നതിൽ നിന്ന് വിഭിന്നമായി ഇന്നാൾ ഖുർആൻ ഓതുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോ അത് കേൾക്കാൻ പോലും അള്ളാഹുവിന്റെ ഹബീബ് തയ്യാറായില്ല. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, കിലാകുമാ മുഹ്സിനുൻ, നിങ്ങൾ രണ്ടുപേരും ഓതിയത് ശരി തന്നെയാണ്, അവൻ ഓതിയതും ശരിയാണ്, നിങ്ങൾ ഓതിയതും ശരിയാണ്. വലാ തഖ്തലിഫൂ, നിങ്ങൾ ഭിന്നിക്കല്ല, നിങ്ങൾ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ഭിന്നിക്കാൻ നോക്കല്ല. വലാ തഖ്തലിഫൂ, ഭിന്നിക്കല്ല. കിലാകുമാ മുഹ്സിനുൻ, രണ്ടുപേരും ഓതിയത് ശരി തന്നെയാണ്. ബിസ്മിയുടെ പേരിൽ, ഖുനൂത്തിന്റെ പേരിൽ, തറാവീഹിന്റെ പേരിൽ വെറുതെ അനാവശ്യമായി ചർച്ചകൾ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ സ്റ്റേജുകൾ കെട്ടി ചർച്ച ചെയ്യുന്നതിന് പകരം എല്ലാം ശരി തന്നെയാണ്. ഓരോ ആലിമീങ്ങളുടെ ഓരോ അഭിപ്രായമാണ്. ഞാൻ പിൻപറ്റുന്നത് ഇന്നാലിന്ന ആലിമിനെ, നീ പിൻപറ്റുന്നത് ഇന്നാലിന്ന ആലിമിങ്ങളെ. വെറുതെ അനാവശ്യമായി തർക്കങ്ങൾ ഉണ്ടാക്കി മറ്റുള്ള ആളുകൾക്ക് ചിരിക്കാൻ വേണ്ടി, മറ്റുള്ള ആളുകൾ ഇത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി അവസരം നൽകാതെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ കിലാകുമാ മുഹ്സിനുൻ, നിങ്ങൾ രണ്ടുപേരും ചെയ്തത് ശരി തന്നെയാണ്, രണ്ടുപേരും ഓതിയതും ശരി തന്നെയാണ്. വലാ തഖ്തലിഫൂ, നിങ്ങൾ ഭിന്നിച്ചു പോവല്ല. ഫഇന്നമാ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ നശിക്കാനുള്ള കാരണം ഇഖ്തലഫൂ ഫഹലകൂ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ നശിക്കാനുള്ള കാരണം അവർ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളായി മാറിയതുകൊണ്ടാണ്, ഭിന്നമായി ശിഥിലമായി മാറിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് മുമ്പുള്ള സമുദായം നശിക്കാനുള്ള കാരണം ഇനി നിങ്ങളും നശിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് നിങ്ങൾ നശിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഭിന്നിക്കാനുള്ള കാരണം കണ്ടെത്തല്ല. എങ്ങനെയാണ് ഒന്നിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നത്? ഉപ്പയോട് മാന്യമായി പെരുമാറി, ഉമ്മയോട് മാന്യമായി പെരുമാറി, മരുമകളോട് മാന്യമായി പെരുമാറി, അതേപോലെ അമ്മായിമ്മയോട് മാന്യമായി പെരുമാറി,
എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, മരുമക്കളെ മക്കളെ പോലെ കാണാൻ നമ്മൾക്ക് സാധിക്കണം. ചില ഉമ്മമാരുണ്ട്, മക്കളോട് വല്ലാത്ത സ്നേഹമാണ്, പെൺമക്കളോട് വല്ലാത്ത സ്നേഹമാണ്, എന്നാൽ മരുമക്കളെ കാണാൻ പറ്റൂല. എന്തുണ്ടെങ്കിലും കൊടുക്കുന്നതും മക്കൾക്കാണ്, എന്ത് സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നതും മക്കൾക്കാണ്. മക്കൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല, മരുമക്കൾ ചെയ്താൽ അത് പ്രശ്നമാണ്. ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന നിങ്ങളുടെ മരുമക്കളുണ്ടല്ലോ, മക്കളെ പോലെയാണ് അവരെ നിങ്ങൾ കാണേണ്ടത്. സ്നേഹത്തോടെയാണ്. എങ്ങനെയാണോ മക്കളോട് പെരുമാറുന്നത്, എങ്ങനെയാണോ അവരോട് സംസാരിക്കുന്നത്, എങ്ങനെയാണോ അവരുമായി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്, അതേപോലെയാണ് നമ്മൾ നമ്മുടെ മരുമക്കളോടും പെരുമാറേണ്ടത്. അത് തന്നെയാണ് മരുമക്കളോടും പറയാനുള്ളത്. നിങ്ങളുടെ ഉമ്മയെപ്പോലെ നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ കാണാൻ കഴിയണം. നിങ്ങളുടെ ഉമ്മയെപ്പോലെ നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ കാണാൻ കഴിയണം. നിങ്ങൾ എന്തെങ്കിലും ഇല്ലാത്തത് പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ ഭർത്താവിനെ ഉമ്മയുമായി പിണക്കിയാൽ ഭർത്താവിന്റെ സ്വർഗമാണ് നഷ്ടപ്പെടുന്നത്. ഭർത്താവിന്റെ സ്വർഗം നഷ്ടപ്പെട്ടാൽ നിങ്ങളും നരകത്തിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, മരുമക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ, സ്വന്തം ഭർത്താവിനെ ഉമ്മമാരോട് അടുപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഉമ്മമാർക്ക് വിളിക്കാനാണ് പറയേണ്ടത്. ഒരു സാരി വാങ്ങുമ്പോ, ഒരു ചുരിദാർ വാങ്ങുമ്പോ ഉമ്മയ്ക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കാനാണ് പറയേണ്ടത്. ഉമ്മമാരോട് അടുക്കാനുള്ള ഉപദേശങ്ങളാണ് നമ്മുടെ മരുമക്കൾ തന്റെ ഭർത്താക്കന്മാരോട് പറയേണ്ടത്. എന്നിട്ട് ആ കുടുംബത്തിൽ ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയാൽ എന്ത് രസമായിരിക്കും ആ വീട്ടിലെ. പിന്നെ ആകെ ഒരു ഹോം സിക്നെസ് ഉണ്ടാവൂല, ഒരു ഗ്രഹാതുരത്വം ഉണ്ടാവൂല, സ്വന്തം വീട്ടിലേക്ക് പോകണമെന്നിടക്കിടെയുള്ള ചിന്തയുണ്ടാവൂല. പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി ആലോചിക്കുകയും പെട്ടെന്നൊരു മാറ്റമുണ്ടാക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭിന്നിക്കുന്തോറും നശിക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര കണ്ട് ഭിന്നിപ്പുണ്ടോ അത്ര കണ്ട് നശിക്കുകയാ ചെയ്യുക. അതുകൊണ്ട് ഭിന്നിക്കരുത്, ഒന്നിച്ച് നിൽക്കുക, ഒന്നിച്ച് ഒരേ ഒരു കുടക്ക് കീഴിൽ ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ യർളാ ലക്കും സലാസ. അല്ലാഹുവിന് 3 കാര്യങ്ങൾ ഇഷ്ടമാണ്. നിങ്ങളിലുള്ള 3 കാര്യങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമാണ്. വയസ്ഖതു ലക്കും സലാസ. 3 കാര്യങ്ങൾ അല്ലാഹുവിന് ദേഷ്യമാണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ ഏതാ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വതഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. വതഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഖുർആനാകുന്ന ആ കയറ് മുറുകെ പിടിച്ച് എല്ലാവരും ഒരു കുടക്ക് കീഴിൽ നിന്ന് ഭിന്നിക്കാതെ നിൽക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. എന്താ ബക്കറ്റ് കൊടുക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരും നിങ്ങളുടെ അടുത്തേക്ക്. നല്ല ഇഷ്ടമുള്ളൊരു നോട്ടെടുത്ത് എല്ലാവരും ബക്കറ്റിലിട്ട് സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇഷ്ടമുള്ളൊരു നോട്ട്. മന്ത്രിച്ച തേനുണ്ട്. ഇൻഷാ അല്ലാഹ് 300 രൂപ കൊടുത്ത് ആ തേന് വാങ്ങിച്ച്, തേനിലും ഖുർആനിലും ശിഫയുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ ബക്കറ്റ് വരുമ്പോ ഇൻഷാ അല്ലാഹ് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടമുള്ളത് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കൂല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അതുകൊണ്ട് നോട്ടെടുത്തിട്ട് ഇഷ്ടമില്ലാത്തൊരു 10 രൂപ എടുത്ത് കൊടുക്കണ്ട. 10 രൂപ ഇഷ്ടമുള്ള ആളൊന്നൊക്കെ പൊക്കെ ആരുമില്ല. അതുകൊണ്ട് 10ന്റെ നോട്ട് അവിടെ കാണാൻ പാടില്ല. ഇഷ്ടമുള്ളൊരു നോട്ടെടുത്ത് എല്ലാവരും നിങ്ങളെ പോക്കറ്റ് പേഴ്സൊക്കെ എടുത്ത്, പെണ്ണുങ്ങളെ ഹാൻഡ് ബാഗൊക്കെ എടുത്ത് നോക്കി, എന്നിട്ട് അതിലേറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു നോട്ടെടുത്ത് നമ്മുടെ ബക്കറ്റിലുണ്ട്. അത് തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാകും. നമ്മൾ വലിയൊരു ഉപകാരത്തിന് കൊള്ളും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ മാന്യമായ രീതിയിൽ സഹകരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, 3 കാര്യം അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ 3 കാര്യങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമാണ്. 3 കാര്യങ്ങൾ അല്ലാഹുവിന് വെറുപ്പാണ്. അത് ചെയ്യരുത്. 1, യർളാ ലക്കും മൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ശൈആ. അല്ലാഹുവിനെ മാത്രം ആരാധിച്ച്, അല്ലാഹുവിനോട് മറ്റൊരാളെ പങ്കു ചേർക്കാതെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല. ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കണം. 2, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വതഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ.
അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യണേ. ഖുർആനിന്റെ പേരിലാണെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ തർക്കിക്കാതെ ഒന്നിച്ചു നിൽക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഒന്നിച്ചു നിൽക്കുന്ന കുടുംബങ്ങളിലാണ് അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നത്. ബിസിനസ് സാമ്രാജ്യങ്ങളാണെങ്കിൽ അതിന്റെ സ്റ്റാഫുകൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ആ ബിസിനസ് വളരുന്നത്. സ്റ്റാഫുകൾ തന്നെ പരസ്പരം പോരടിച്ചാൽ, അതിന്റെ മാനേജ്മെന്റ് പോരടിച്ചാൽ, അതിന്റെ ഓണേഴ്സ് പോരടിച്ചാൽ, രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നമ്മൾക്ക് പാഠമാണല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പോരടിക്കാൻ തുടങ്ങുമ്പോഴാണ് തകർന്ന് തരിപ്പണമാവുന്നത്. അയാൾക്ക് അധികാരം കൊടുക്കുമ്പോൾ ഇയാൾക്ക് പിടിക്കുന്നില്ല, ഇയാൾക്ക് അധികാരം കൊടുക്കുമ്പോൾ അയാൾക്ക് പിടിക്കുന്നില്ല. ഇങ്ങനെ എല്ലാവരും പറഞ്ഞാൽ ഇവിടെ അധികാരം എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂലല്ലോ. എല്ലാവരെയും എം എൽ എ ആക്കാൻ പറ്റുമോ? എല്ലാവരെയും MP ആക്കാൻ പറ്റുമോ? എല്ലാവരെയും മന്ത്രിയാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഏതായാലും യോഗ്യനായ ഒരാൾക്ക് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. ഈ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഉണ്ടായാൽ എന്തൊരു ഐക്യമുണ്ടാകും. പക്ഷെ അതിനൊന്നും നിൽക്കൂല. എല്ലാവർക്കും വേണം സ്ഥാനം, എല്ലാവരും എല്ലാവരും മന്ത്രിയാവണം. അത് നടക്കുന്ന വിഷയമാണോ? രണ്ടുപേര് കളിച്ചാൽ ആരെങ്കിലും ഒരാൾ തോൽക്കുന്ന ഉറപ്പല്ലേ? രണ്ടുപേർക്കും വിജയിക്കാൻ പറ്റുമോ? സമനില ഉണ്ടാവുക? രണ്ടുപേർക്കും വിജയിക്കാൻ പറ്റൂല. അപ്പൊ അത് മനസ്സിലാക്കി ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾക്ക് വേണം. സാധനം കിട്ടിയില്ലേ എന്നാ പിന്നെ അപ്പുറത്തെ പാർട്ടിയിൽ. ഇതൊക്കെ നമ്മൾ ഇത്രയാ കാണുന്നത്. MLA ആയി മത്സരിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്, അത് കിട്ടിയില്ലേ എന്നാ പിന്നെ പിറ്റേ ദിവസം അടുത്ത പാർട്ടി, ആ പാർട്ടിയിൽ കിട്ടിയില്ലേ അടുത്ത പ്രാവശ്യം വേറെ പാർട്ടിയിൽ. ഇങ്ങനെ സ്ഥാനത്തിന് വേണ്ടി പാർട്ടികളിൽ നിന്ന് പാർട്ടികളിലേക്ക് ചേക്കേറുന്നവർ, സ്ഥാനത്തിന് വേണ്ടി പരസ്പരം പോരടിക്കുന്നവർ, പോരടിച്ച് പാർട്ടി തന്നെ നശിക്കാൻ പോവാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഐക്യത്തോടെ നിൽക്കുന്നതാണ് അല്ലാഹുവിന് കാണാൻ ഇഷ്ടം. നിങ്ങളുടെ നാട്ടിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കുന്നതും അവരെ ഉപദേശിക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. പള്ളിയുടെ സെക്രട്ടറി, പള്ളിയുടെ പ്രസിഡന്റ്, നാട്ടിലെ ഉസ്താദുമാർ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോ അത് അനുസരിക്കലും അവരുടെ ഭാഗത്ത് തെറ്റ് കണ്ടാൽ അവരെ ഉപദേശിക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. പരസ്പരം ഉപദേശിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കണം. ഒരാൾ ഉപദേശിക്കുമ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാൻ പാടില്ല, അങ്ങോട്ട് ഉപദേശിക്കണം. അൽഹംദുലില്ലാഹ്, എന്റെ തെറ്റ് നീ തിരുത്തി തന്നുവല്ലോ, അതേപോലെ തിരിച്ചങ്ങോട്ടും ഉപദേശിക്കണം. വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്, നിങ്ങളിൽ നിന്ന് നന്മ കൊണ്ട് കൽപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവട്ടെ, തിന്മ തടയുന്ന ആളുകൾ. എല്ലാവരും പരസ്പരം ഉപദേശിക്കേണ്ടവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് എന്ത് വേണം? പരസ്പരം ഉപദേശിക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. 3 കാര്യമാണ് പറഞ്ഞത്. 1, അല്ലാഹുവിനെ ആരാധിക്കണം. 2, ഐക്യത്തോടെ നിൽക്കണം. 3-ാമതായി പറഞ്ഞത് പരസ്പരം നന്മ കൊണ്ട് ഉപദേശിക്കുന്ന ഈ 3 വിഭാഗങ്ങളെ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം ഖീല വഖാൽ, കേട്ടതൊക്കെ പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അവിടുന്ന് കേട്ടത് ഇവിടെ പറയാ, ഇവിടുന്ന് കേട്ടത് അവിടെ പോയി പറയാ. അങ്ങനെയില്ലേ ചില ആളുകൾ തെറ്റിപ്പിക്കുന്നത്? പരസ്പരം ഫിത്നയും ഫസാദും ഉണ്ടാക്കി നമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. ഖീല വഖാൽ, ഇല്ലാത്ത വാർത്തകൾ കൊണ്ടുപോയി അവിടെ പറയുക, അവിടുന്ന് കേട്ടതും കേൾക്കാത്തതും ഇവിടെ പറയുക. എന്നിട്ട് 2 പേരെ തമ്മിൽ തെല്ലിച്ച് അത് കണ്ട് ചോര കുടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ അല്ലാഹുവിന് കോപമാണ്. ഞാൻ പറയട്ടെ, ഇവിടെ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. കമാ തദീനു തുദാൻ, എന്താണോ നീ ചെയ്യുന്നത് അത് ദുനിയാവിൽ തന്നെ അനുഭവിക്കാൻ പോവുകയാണ്. ഇല്ലാത്ത കള്ളക്കേസിൽ കുടുക്കിയവർ തന്നെ ഒരു കാലത്ത് കുടുങ്ങാൻ പോകും. ഇത് അല്ലാഹു പറഞ്ഞതാണ്. ഇത് ദുനിയാവിന്റെ പ്രകൃതിയാണത്, ഭൂമിയുടെ പ്രകൃതിയാണ്. കൊലപാതകം ചെയ്യുന്നവൻ കൊലപാതകത്തിലൂടെയാണ് മരിക്കുന്നത്. കൊന്നവനെ മറ്റൊരാൾ കൊന്നിട്ടാണ് മരിക്കുന്നത്. നമ്മളൊക്കെ കണ്ടതല്ലേ? കൊന്നവനെ മറ്റൊരാൾ കൊല്ലും, അയാളെ മറ്റൊരാൾ കൊല്ലും. എത്രയോ ആളുകൾ എനിക്കറിയാം. കാസർഗോഡ് ജില്ലയിൽ എത്രയോ കൊലപാതകങ്ങൾ, ഗുണ്ടാ സംഘങ്ങളുടെ നേതാക്കള് എത്ര വളരെ രാഘവത്തോടെയാണ് കൊല ചെയ്യുന്നത്. നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് ബൈക്കിലൂടെ കടന്നു വന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് കത്തികൊണ്ട് വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച് കൊന്നു തള്ളുന്നത്.
കൊല്ലുന്നത്. എല്ലാവരും നോക്കി നിൽക്കുകയാണ് കൊന്നു തള്ളുന്നത്. എന്തേ കാരണമെന്ന് അന്വേഷിക്കുമ്പോ ഒരുപാട് വർഷം മുമ്പ് ഇയാളും ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. കൊന്നവൻ വാളുകൊണ്ട് വാള് പിടിച്ചവൻ വാളിലൂടെയാണ് പോവുക. അത് പ്രകൃതിയുടെ ഭംഗിയാണത്, അത് പ്രകൃതിയുടെ സ്വഭാവമാണത്. അതേപോലെ തന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നവർ അതേപോലെയാണ് കേസിൽ കൊടുങ്ങുന്നത്. പരസ്പരം ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർ, എനിക്കറിയാം ഒരു സഹോദരനെ ഒരു നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കി, നല്ല ഐക്യത്തോടെ പോകുന്ന നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കി പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് എന്തൊക്കെയോ അവിടെ ചെയ്തു കൂട്ടിയ ഒരു സഹോദരന്റെ കുടുംബജീവിതത്തിലെ കഥ എനിക്കറിയാം. സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കാൻ വരെ തയ്യാറായി, മറ്റൊരു ഭാര്യയെ കെട്ടുകയും എന്നിട്ട് അവിടെയുള്ള പ്രശ്നങ്ങളുണ്ടായി. സ്വന്തം ഭാര്യമാരോട് മക്കളോട് പോലും സംസാരിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ദയനീയമായ സംഭവം ഉണ്ടായത് എനിക്കറിയാം. ആ സഹോദരൻ എനിക്കറിയാം. എന്താ കാരണമെന്നറിയോ? ഒരു നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിയപ്പോ സ്വന്തം മക്കളുടെ ഇടയിൽ സ്വന്തം ഭാര്യമാരോട് സ്വന്തം മക്കളോട് കൂടെ ജീവിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അല്ലാഹു അയാളെ പരീക്ഷിക്കുകയാണ്. നീ എന്താണോ ചെയ്യുന്നത് അത് നീ അനുഭവിക്കാനുള്ളതാണ്. നീ ഇവിടെ ചെയ്തതൊക്കെ നിന്നെ അനുഭവിക്കാൻ പോവുകയാണ്. പ്രശ്നങ്ങളിൽ ഇടപെടരുത്. എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, സൗമ്യമായി ജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങോട്ട് തെറ്റ് ചെയ്താൽ അവർക്ക് മാപ്പ് നൽകാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അടിച്ചവനെ തിരിച്ചടിക്കാനല്ല, വെട്ടിയവനെ തിരിച്ചു വെട്ടാനല്ല. ഇതിവിടെ ഒരു നിയമമുണ്ട്, നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, നമ്മൾക്കൊരു ജുഡീഷ്യറി ഉണ്ട്. ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളും അതുപോലെ ചെയ്യരുത്. ഉത്തമമായ സമുദായത്തിന്റെ മക്കളാണ് നമ്മൾ, ക്ഷമിക്കേണ്ട ആളുകളാണ് നമ്മൾ. ക്ഷമ എന്താണെന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ ഹബീബിന്റെ സമുദായമാണ് നമ്മൾ. 13 വർഷക്കാലം ഒരു തെറ്റുപോലും ചെയ്യാത്ത, ഒരു പാപം പോലും ചെയ്യാത്ത, ഒരാളെയും നോവിക്കാത്ത, ഒരാളെയും വേദനിപ്പിക്കാത്ത, ഒരാളെയും പരിഹസിക്കാത്ത സത്യസന്ധനായി ജീവിച്ച് 13 വർഷക്കാലം അല്ലാഹുവിന്റെ ഹബീബ് മക്കയിൽ പ്രബോധനം നടത്തിയിട്ട് അവർ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒരാളെയും അടിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മഹാനായ ബിലാൽ തങ്ങളെ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത്. മഹാനായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യാവയവങ്ങളിലേക്ക് ഇരുമ്പിന്റെ ദണ്ഡുകൾ കുത്തിക്കയറ്റിയത്, മഹാനായ യാസിർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ വേദനിപ്പിച്ചത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമാസകലം അടിച്ചടിച്ചടിച്ച് മുഖവും ചുണ്ടും മൂക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ബോധം കെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബോധം കെട്ട് കിടന്നിട്ട് കുടുംബക്കാരൊക്കെ മരിച്ചു എന്ന് വിധിയെഴുതിയത് എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ്? അവരെ ആരെ വേദനിപ്പിച്ചതിന്റെ പേരിലാണ്? ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, ഒരാളെയും മടിച്ചിട്ടില്ല, ഒരാളെയും ചീത്ത പറഞ്ഞിട്ടില്ല. അല്ലാഹുവിനെ ആരാധിക്കണേ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഹബീബിനെ 3 വർഷക്കാലം ഒരു താഴ്വരയിൽ ഉപരോധം ചെയ്തു. ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും ഒരു താഴ്വരയിൽ നിന്നിട്ട് അവിടെയുള്ള മരങ്ങളുടെ പച്ചിലകൾ ഭക്ഷിച്ചിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും കാഷ്ടിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, 3 വർഷക്കാലമാണ് ഉപരോധിച്ചത്. അങ്ങോട്ട് വെള്ളം കൊണ്ടുപോകാൻ പാടില്ല, അങ്ങോട്ട് ഭക്ഷണം നൽകാൻ പാടില്ല. ഒരു ശഅബാബി ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ മക്കാ മുശ്രിക്കീങ്ങൾ 3 വർഷം ഉപരോധിച്ചിട്ട് മരങ്ങളിൽ കയറി മരത്തിന്റെ പച്ചിലകൾ കഴിച്ചിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും കാഷ്ടിച്ചിട്ടുണ്ട്. എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ്? എന്നിട്ട് നിരന്തരമായി പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ജനിച്ച നാടിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ മദീനയിൽ പോലും ജീവിക്കാൻ അനുവദിക്കാതെ അവിടേക്കും പ്രശ്നങ്ങളുമായി കടന്നു വന്നിട്ട് ഒരു 8 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലാഹുവിന്റെ ഹബീബ് മക്ക കീഴടക്കാൻ വേണ്ടി മക്കയിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനെ മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയവർ മക്കയിലുണ്ട്, ഹബീബിനെതിരെ യുദ്ധം ചെയ്തവർ മക്കയിലുണ്ട്. മഹാനായ ബിലാൽ തങ്ങളെ വേദനിപ്പിച്ചവർ, മഹാനായ സുമയ്യ റളിയല്ലാഹു അൻഹയെ കൊന്നവർ, മഹാനായ അമ്മാർ തങ്ങളെ വധിച്ചവർ, യാസിർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവർ, അബൂ ജന്ദലിനെ അടിച്ചവർ, ഇങ്ങനെ മഹാന്മാരായ സ്വഹാബാക്കളെ ക്രൂരമായി പീഡിപ്പിച്ച ആളുകൾ മക്കയിലുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന് വേണമെങ്കിൽ എല്ലാ ആളുകളെയും വധിച്ചു കളയാ, എല്ലാവരെയും കൊന്നുകളയാ, എല്ലാവരെയും നശിപ്പിച്ചു കളയാ. 10,000-കണക്കിന് പടയാളികളുമായി അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ച നാട്ടിലേക്ക് മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോ എല്ലാവരും ഒളിച്ചോടുകയാണ്, എല്ലാവരും പേടിച്ചോടുകയാണ്. ചില ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ
മുന്നിൽ വന്നിട്ട് കീഴടങ്ങിയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ നിങ്ങളെ വധിക്കുമെന്നോ, ഞാൻ നിങ്ങളെ തിരിച്ചടിക്കുമെന്നോ, ഞാൻ നിങ്ങളെ നശിപ്പിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇദ്ഹബൂ വഅൻതും തുലഖാ. നിങ്ങൾ ഇന്ന് സ്വതന്ത്രരാണ്, നിങ്ങൾ ഇന്ന് സ്വതന്ത്രരാണ്. നിങ്ങളെ ഞാൻ ആരെയും ഇന്നടിക്കുന്നില്ല, ആരെയും ഞാൻ വേദനിപ്പിക്കുന്നില്ല, ആരെയും ഞാൻ കൊല്ലാൻ പോകുന്നില്ല. ആരോടാണിത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. ജനിച്ച നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ കല്ലെറിഞ്ഞിട്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ട് തന്റെ അനുയായികളെ കൊന്നൊടുക്കിയിട്ട് നഗ്നമായി വസ്ത്രമില്ലാതെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നഗ്നമായി വലിച്ചിഴച്ചിട്ട് ശരീരത്തിന്റെ മുകളിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞിട്ട് അൽമാ അൽമാ വെള്ളം തരുമോ, വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോ തന്റെ ഉടയാടകൾ പൊക്കിയിട്ട് തന്റെ തന്റെ വസ്ത്രം ഉയർത്തിയിട്ട് വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്ത ഒരു വിഭാഗത്തോടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ സ്വതന്ത്രനാണ്, നിങ്ങൾ ആരെയും ഞാൻ തിരിച്ചടിക്കുന്നില്ല, നിങ്ങൾ ആരോടും എനിക്ക് പ്രതികാരമില്ല, ആരോടും എനിക്ക് ചുടിയില്ല, ആരോടും എനിക്ക് പകയില്ല. ഒരു കാലം വരാനുണ്ട്, മക്കളില്ലാത്ത, മക്കളെ കൊണ്ട് ഉപകാരമില്ലാത്തൊരു കാലം വരാനുണ്ട്, സമ്പാദ്യങ്ങൾ ഉപകരിക്കാത്തൊരു കാലം വരാനുണ്ട്. ആരാണ് അവിടെ രക്ഷപ്പെടുന്നതെന്നറിയുമോ? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആരാണോ സംശുദ്ധമായ മനസ്സുമായി, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, കുറുമ്പില്ലാത്ത, കുശുമ്പില്ലാത്ത സന്മനസ്സുമായി ആരാണോ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്നത്, അവർക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത്, വെട്ടിന് വെട്ട് എന്നുള്ളത് ഇസ്ലാമിന്റെ തിയറിയല്ല, അടിക്കടി എന്നുള്ളത് ഇസ്ലാമിന്റെ തിയറിയല്ല. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി മാറി നാടിൽ സമാധാനമുണ്ടാക്കാൻ, നമ്മുടെ ഇന്ത്യ രാജ്യം ഐക്യത്തോടെ മുന്നേറാൻ, മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദമുണ്ടാവാൻ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനുമെല്ലാം കൈയോട് കൈ ചേർത്ത് തോളോട് തോളുരുമ്മി ഒരേ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് മാറാനാണ് ഓരോ ആളുകളും ശ്രമിക്കേണ്ടത്. അതാണ് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭാവന. ചില ആളുകൾ ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിയണം, അവരെ നമ്മൾ കരുതിയിരിക്കണം. അവരുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിൽ വികാരം കൊണ്ട്, അതിന്റെ വികാരം കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി മാറാൻ മുസ്ലിം സമുദായമേ, എന്റെ പൊന്ന് ചെറുപ്പക്കാരാ, നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖീല വഖാൽ, കേട്ടത് അവിടെയും ഇവിടെയും പറഞ്ഞ് ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. വകസറത്തുസ്സുആൽ, ഒരുപാട് ചോദ്യങ്ങൾ, എന്തു പറഞ്ഞാലും സംശയമാണ്. അങ്ങനെയുണ്ട് ചില ആളുകൾ, സംശയം മാത്രമുള്ള ആളുകൾ, എന്ത് പറഞ്ഞാലും വിശ്വാസമില്ല. ചോദ്യങ്ങൾ ഇങ്ങനെ അധികരിപ്പിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല, അല്ലാഹുവിന് ഇഷ്ടമല്ല. എന്ത് പറഞ്ഞാലും സംശയമാണ്. മൗലീദിന്റെ കാര്യം പറഞ്ഞാൽ, ഖുർആൻ ഓതുന്ന കാര്യം പറഞ്ഞാൽ, സുന്നത്ത് നിസ്കരിക്കുന്ന കാര്യം പറഞ്ഞാൽ, സ്വലാത്ത് ചൊല്ലുന്ന കാര്യം പറഞ്ഞാൽ, എന്ത് വിഷയമുണ്ടായാലും ചില ആളുകളുടെ ചോദ്യം തീരാറില്ല, ചില ആളുകളുടെ സംശയം തീരാറില്ല. ഇങ്ങനെ ചോദ്യങ്ങൾ അധികരിപ്പിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. സമ്പാദ്യങ്ങൾ നശിപ്പിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളെ നശിപ്പിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹു നമ്മൾക്ക് സമ്പത്ത് നൽകുമ്പോൾ അനാവശ്യമായി ദൂർത്തടിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അനാവശ്യമായി ചെലവഴിക്കുന്നത്, ഒരു കണക്കില്ലാതെ ഇങ്ങനെ വാരിക്കോരി എറിയുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. നിങ്ങൾ അമിതമായി ദുർവ്യയം നടത്തരുത്. അമിതമായി ചെലവഴിക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. ഇത് പറഞ്ഞാൽ കല്യാണം വളരെ കെങ്കേമമായി നടത്തണ്ട എന്നല്ല, കല്യാണം വളരെ ഉഷാറായി നടത്തണ്ട എന്നല്ല. ലാ ഖൈറ ഫിൽ ഇസ്റാഫ് വലാ ഇസ്റാഫ ഫിൽ ഖൈർ. നല്ല വസ്ത്രം ധരിക്കണ്ട എന്നല്ല, നല്ല മൂല്യമായ വാഹനം വാങ്ങണ്ട എന്നല്ല. വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ അനാവശ്യമായി ധൂർത്തടിക്കരുത് എന്ന് പറയുമ്പോ ആവശ്യമില്ലാതെ നമ്മുടെ കാശുകൾ കളയരുത്. പടക്കം പൊട്ടിക്കുന്നത് നമ്മുടെ കാശ് കത്തിക്കുന്നതിന് സമാനമാണ്. നിഷേധിക്കാൻ പറ്റുമോ? എന്തുമാവട്ടെ, വിജയിച്ചാലും തോറ്റാലും എവിടെയുമാവട്ടെ, ഏത് സാഹചര്യമാവട്ടെ, പടക്കങ്ങൾ പൊട്ടിക്കുന്നത് നമ്മുടെ സമ്പാദ്യങ്ങൾ കത്തിക്കുന്നതിന് പകരമാണ്.
ഞാൻ പറയുന്നത്, ഒരാൾ മനോഹരമായൊരു കല്യാണം കഴിച്ചോ, നല്ല പന്തലിട്ടോ, അത് എങ്ങനെയാണ് ഇസ്രാഫാകുന്നത്? അത് വരുന്ന അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി ആതിഥ്യ മര്യാദ നമ്മൾക്കറിയാമല്ലോ. പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നുണ്ട് ആതിഥ്യ മര്യാദ. വരുന്നവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നല്ല മാന്യമായ ഒരു പന്തൽ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇസ്രാഫാകുന്നത്? ഒരാൾ നല്ല ലക്ഷോപലക്ഷം കോടിക്കണക്കിന് രൂപ വാങ്ങി ചെലവഴിച്ച് ഒരു വണ്ടി വാങ്ങുന്നത് എങ്ങനെയാണ് ഇസ്രാഫാകുന്നത്? നല്ല വസ്ത്രം ധരിക്കുന്നതും ഇസ്രാഫല്ല. പക്ഷേ കല്യാണത്തിന്റെ പേരിൽ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ആ ഭക്ഷണം വലിച്ചെറിയുന്നത് ധൂർത്താണ്. കല്യാണത്തിന്റെ പേരിൽ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ആ ഭക്ഷണങ്ങൾ വലിച്ചെറിയുന്നത് ധൂർത്താണ്. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി പന്തലിടുന്നതും ധൂർത്ത് തന്നെയാണ്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മനോഹരമായി പന്തലിടുന്നതിലൊരു കുഴപ്പമില്ല. ഒരാൾ നല്ല വസ്ത്രം ധരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഓരോ കല്യാണത്തിനും ഓരോ വസ്ത്രം, എന്നിട്ട് രണ്ടാമതൊരു ഫംഗ്ഷനിന് ഞാൻ ഇതിടൂല, ഇത് നേരത്തെ കണ്ടതാണ്, ഇതിനെയാണ് ധൂർത്ത് എന്ന് പറയുന്നത്. 10,000 രൂപയുടെ സാരി പരിശുദ്ധ ദീൻ എതിർക്കുന്നില്ല. 1,00,000 രൂപയുടെ സാരി പരിശുദ്ധ ദീൻ എതിർക്കുന്നില്ല. പക്ഷേ ആ സാരി വാങ്ങിച്ചിട്ട് 1-2 ഫംഗ്ഷനിന് മാത്രം ഉപയോഗിച്ചിട്ട്, 1-2 സൽക്കാരങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിട്ട് അത് കൊണ്ടുപോയി അലമാരയിൽ വെച്ചാൽ അതിനെയാണ് ധൂർത്ത് എന്ന് പറയുന്നത്. അത് കീറിയിട്ടില്ല, അത് തേഞ്ഞു പോയിട്ടില്ല. 3-4 സൽക്കാരങ്ങൾക്ക് മാത്രമിട്ട് ഇനി അതെനിക്ക് ധരിക്കാൻ പറ്റൂല, ഇനി ഞാനിത് ധരിക്കൂല, ഇത് ആളുകൾ കണ്ടതാണ് എന്ന് പറഞ്ഞ് നാണം കൊണ്ടത് ധരിക്കാതെ അലമാരയിൽ പൂഴ്ത്തിവെക്കുന്നത് തെറ്റാണ്. അതിന് പകരം ആ സാരി കൊണ്ടുപോയി നിങ്ങളുടെ ചങ്ങാതിമാർക്ക് കൊടുക്കാ പ്രശ്നമല്ല, നിങ്ങളുടെ കുടുംബക്കാർക്ക് കൊടുക്കാ പ്രശ്നമല്ല, ഒന്നുമില്ലാത്ത നിങ്ങളുടെ നാട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പ്രശ്നമല്ല. ആ കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ അലമാരകളിൽ നിറച്ചു വെച്ച് ഒരു ഉപയോഗത്തിനും പറ്റാതെ ഉപയോഗശൂന്യമായി വെക്കുന്നത് ധൂർത്ത് തന്നെയാണ്. മനോഹരമായ വസ്ത്രം ധരിച്ചോളൂ, മനോഹരമായ ചെരുപ്പ് ധരിച്ചോളൂ, മനോഹരമായ ഷൂ ധരിച്ചോളൂ. പരിശുദ്ധ ദീൻ അതിന് എതിരല്ല. ലാ ഇസ്റാഫ ഫിൽ ഖൈർ, ഖൈറായ കാര്യങ്ങളിൽ ധൂർത്തില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വസ്ത്രം ധരിക്കുന്നത് ഖൈറാണ്, ചെരുപ്പ് ധരിക്കുന്നത് നന്മയാണ്, കല്യാണം കഴിക്കുന്നത് നന്മയാണ്, അല്ലേ, വണ്ടി നന്മയാണ്, ഇതിലൊന്നും ധൂർത്തില്ല. വലാ ഖൈറ ഫിൽ ഇസ്റാഫ്, അതേപോലെ ധൂർത്തടിക്കുന്നതിൽ നന്മയുമില്ല. ധൂർത്തടിക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖതബനാ ഉമർ തങ്ങൾ പറയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഞാൻ നിങ്ങളിലേക്ക് എണീറ്റ് നിൽക്കുന്നത് ഒരു പ്രഭാഷണം നടത്താനാണ്. നിങ്ങളിലേക്ക് ഞാൻ എണീറ്റ് നിന്നത് ഒരു പ്രഭാഷണം നടത്താനാണ്. എന്നെ പോലെ നബി തങ്ങൾ ഇവിടെ ഒരുപാട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. നബി തങ്ങൾ എണീറ്റ് നിന്ന് പ്രഭാഷണം നടത്തുന്നത് പോലെ ഞാനും നിങ്ങൾക്കൊരു പ്രഭാഷണം നടത്തി തരികയാണ്. സല്ലു അലാ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു 3 സ്വലാത്ത് ചൊല്ലി എണിക്കേണ്ട ആളുകൾക്ക് എണിക്കുക, ഇരിക്കേണ്ട ആളുകൾക്ക് ഇരിക്കുക. ഒരു മോതിരം, ഒരു കമ്മൽ ഇവിടെ തന്നിട്ടുണ്ട് 2 സഹോദരിമാർ. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആർക്ക് എണിക്കാനൊന്നുമില്ല, ഇരുന്നിട്ട് മടുത്തിട്ടൊന്നുമില്ലേ? ഇരുന്നോളി എല്ലാവരും. ഒരു റിലാക്സേഷൻ വേണ്ടേ? ഒന്ന് റിലാക്സ് ആയിക്കോളി. ഇരുന്നിട്ട് മടുത്തെങ്കിലും ഒന്ന് എണീറ്റ് ഇരിക്കുക. ആയിരിക്കും. അപ്പോൾ 2 സഹോദരിമാർ ഒരു മോതിരം, ഒരു കമ്മൽ ഇവിടെ തന്നിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ദുനിയാവിൽ തന്നെ അള്ളാഹു അവർക്ക് അതിന് പകരം നൽകട്ടെ. അങ്ങനൊന്നുണ്ട്, നിങ്ങൾ മനസ്സിലായിട്ടില്ലല്ലേ? സ്വതക്ക കൊടുക്കുമ്പോൾ അങ്ങനൊരു ഉപകാരമുണ്ട്, നിങ്ങൾക്കാർക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ പകരം നൽകുമെന്നാണ്. അപ്പോൾ അങ്ങനെ ദുനിയാവിൽ തന്നെ അള്ളാഹു അവർക്ക് പകരം കൊടുക്കട്ടെ. ഒരു മോതിരം കൊടുത്തു, 2 മോതിരം അള്ളാഹു പകരം കൊടുക്കട്ടെ. കമ്മൽ, അതിന് പകരം അള്ളാഹു ദുനിയാവിൽ തന്നെ കൊടുക്കട്ടെ. എന്താ ആമീൻ പറയാത്തത്? അവർക്ക് കിട്ടിക്കോട്ടെ, നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ.
അവർക്ക് കിട്ടിയ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? എനിക്കൊരു മോതിരം കിട്ടി, നിങ്ങൾക്ക് ഇഷ്ടമൊന്നുമില്ല, നിങ്ങളൊന്ന് പോയാലല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ആമീൻ പറയൂ ഉഷാറായിട്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്പം പോലും കുറക്കാതെ അല്ലാഹു ആഖിറത്തിലും ഇതിൻ്റെ അർഹമായ പ്രതിഫലം നൽകട്ടെ. സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവർക്കൊക്കെ ഈമാൻ സലാമത്തായി മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. സ്വതക്ക കൊടുക്കുന്ന ആളുകളെ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് രോഗങ്ങൾക്ക് ശിഫ ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവർക്ക് പൂർണ്ണമായ ശിഫ നൽകട്ടെ. സ്വതക്ക നൽകുന്ന ആളുകളെ നരകത്തിൽ നിന്ന് സ്വതക്കകൾ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇവരെ നരകത്തിന്റെ അദാബിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ അല്ലാഹു ഇവരെയും നമ്മളെയും എല്ലാവരെയും സംരക്ഷിക്കട്ടെ. അപ്പോൾ ഖത്തബന ഉമർ ബിൽ ജാബിയ, നമ്മൾ പറയുന്ന വിഷയം പിണക്കങ്ങളും തർക്കങ്ങളും മറന്ന് അടുക്കാനുള്ള കാരണം നമ്മൾക്ക് എങ്ങനെയൊക്കെ കണ്ടെത്താം. തമ്മിൽ തല്ലി അടിപിടിയുടെ വക്കിലേക്ക് എത്തിയ ഒരുപാട് സാഹചര്യം സ്വഹാബാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അൻസാരികളൊരു വിഭാഗം, മുഹാജിരിങ്ങളൊരു വിഭാഗം, രണ്ടുപേരും അടിപിടി. അൻസാരികളൊരു വിഭാഗം ഇവിടെ, മുഹാജിരിങ്ങളൊരു വിഭാഗം ഇവിടെ. എന്നിട്ട് മക്കക്കാരും മദീനക്കാരും പരസ്പരം പോരടിച്ച് വലിയൊരു അടിയുടെ മുമ്പിലേക്ക് എത്തിയൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. താഴെ തട്ടിലുള്ളവരും മുകളിലെ തട്ടിലുള്ളവരൊക്കെ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖത്തബന ഉമർ ബിൽ ജാബിയ, മഹാനായ ഉമർ തങ്ങൾ ഒരു പ്രഭാഷണം നടത്തുകയാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി ഖുംതു ഫീകും കമഖാമി റസൂലില്ലാഹ്, ഞാൻ നിങ്ങളിലേക്ക് നിന്നത് എൻ്റെ ഹബീബ് നിങ്ങൾക്ക് ഉപദേശം നൽകുന്നത് പോലെയാണ്. ഉസീകും ബി അസ്ഹാബി, എൻ്റെ സ്വഹാബാക്കളെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരുടെ ശേഷം വരുന്നവർ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരുടെയും ശേഷം വരുന്നവർ. ഈ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ സുമ്മ യഫ്ഷുൽ കദിബ്, നുണ വ്യാപിക്കും. നുണ പറയുന്നവർ അധികരിക്കും. നുണ പറയുന്നവർക്ക് സ്ഥാനം ലഭിക്കും. അങ്ങനല്ലേ? ചാനലിലൊക്കെ ഒരു ആങ്കറിന് എത്ര നുണ പറയാൻ പറ്റുമോ അത്ര ഉഷാറായി. കോടതിയിൽ വക്കീൽ ഏറ്റവും വലിയ നുണയനാ കോടതിയിൽ വിജയിക്കുക. സുമ്മ യഫ്ഷുൽ കദിബു, നുണ വ്യാപിക്കും. നുണ പറയുന്ന ആളുകൾ സമുദായത്തിൽ രക്ഷപ്പെടും. സത്യം പറയുന്നവർ താഴെത്തട്ടിലായിരിക്കും. നുണ പറയുന്നവർക്ക് എന്തും പറയാലോ, എന്തും പറയാലോ. സത്യം പറയുന്നവർ സത്യം പറഞ്ഞു, പിന്നെ അവരത് നുണ കൂട്ടിയിട്ട് വിജയിക്കാൻ നോക്കൂല. നുണ പറയുന്നവർക്ക് പിന്നെയും പിന്നെയും നുണയൊക്കെ കൂട്ടി എന്തും ചെയ്യാം. അപ്പൊ സുമ്മ യഫ്ഷുൽ കദിബ്, പിന്നെ നുണ വ്യാപിക്കും സമുദായത്തിൽ. ഹത്താ യഹ്ലിഫ റജുലു, ഒരാൾ വന്നിട്ട് സത്യം ചെയ്യും. വലാ യുസ്തഹലഫു, സത്യം ചെയ്യാൻ അയാളോട് ആരും പറഞ്ഞിട്ടില്ല. സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ സത്യം ചെയ്യുന്ന വിഭാഗം നമ്മളിൽ ഉണ്ടാകും. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ വല്ലാഹി ഞാനത് കണ്ടിന്, കണ്ടുക്ക്, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ വല്ലാഹി ഞാനത് കണ്ടുക്ക്. കണ്ടിട്ട് അയാളോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, സത്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, അയാൾക്ക് ഈ വിഷയമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ ഒരാൾ വന്നിട്ട് വല്ലാഹി ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം സമുദായത്തിലുണ്ടാകും. വലാ യുസ്തഹലഫു, അയാളോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടൂല, ആവശ്യപ്പെടാതെ തന്നെ സത്യം ചെയ്ത് നുണ പറയുന്ന വിഭാഗം നമ്മളിലുണ്ടാവും. വയശ്ഹദ ഷാഹിദു, സാക്ഷി നിൽക്കും. വലാ യസ്തശ്ഹദു, അയാളോട് സാക്ഷി നിൽക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. കള്ളസാക്ഷികൾ ഉണ്ടാകും. കള്ളസാക്ഷികളുള്ളൊരു കാലം നിങ്ങളിലേക്ക് കടന്നു വരും. വലാ യുസ്തശ്ഹദു, അയാളോട് സാക്ഷി നിൽക്കാൻ ആവശ്യപ്പെടാതെ തന്നെ ഇങ്ങോട്ട് വന്ന് സാക്ഷി നിന്ന് കളവ് പറയുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ടാകും. എന്നിട്ട് പറഞ്ഞു, അലാ, നിങ്ങൾ അറിയണേ, ചെറുപ്പക്കാരായത് നിങ്ങളോടാണ് പറയുന്നത്, ചെറുപ്പക്കാരികളെ നിങ്ങളോടാണിത് പറയുന്നത്. അലാ, നിങ്ങൾ അറിയണേ, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ, ഒരു ആണും ഒരു പെണ്ണും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. ഒരു ആണും ഒരു പെണ്ണും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. അങ്ങനൊരു അവസരമുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജോലിക്ക് പോവുകയാണ്. ഒരു മുതലാളി ടെക്സ്റ്റൈൽസ് തുടർന്നാൽ അവിടേക്ക് ആദ്യമായി കടന്നു വരുന്നത് ഫീമെയിൽ സ്റ്റാഫ് ആണെങ്കിൽ ആ ഫീമെയിൽ സ്റ്റാഫും ഓണറും ഒന്നിച്ചൊരു കടയിലിരിക്കാൻ പാടില്ല. ഒന്നുകിൽ ഫീമെയിൽ സ്റ്റാഫ് പുറത്തിരിക്കണം, അല്ലെങ്കിൽ ഓണർ പുറത്തിരിക്കണം.
മദ്രസയിലേക്ക് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി കടന്നു വരുമ്പോ ഉസ്താദും പെൺകുട്ടിയും ഒറ്റയ്ക്കാവാൻ പാടില്ല. ഉസ്താദ് ഒറ്റയ്ക്കാണെങ്കിൽ പെണ്ണകത്തേക്ക് കയറാൻ പാടില്ല, പുറത്തിരിക്കണം. പെണ്ണൊറ്റയ്ക്കാണെങ്കിൽ ഉസ്താദ് അകത്തേക്ക് കയറാൻ പാടില്ല, ഉസ്താദ് പുറത്തിരിക്കണം. സ്കൂളിന്റെ കഥയും അതുപോലെ തന്നെ, ജോലി സ്ഥലങ്ങളും അതുപോലെ തന്നെ. സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും അത് തന്നെ. +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ആദ്യമായി ക്ലാസ്സിലേക്ക് എത്തി. ആ ക്ലാസ്സിൽ ഒരു കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട് എങ്കിൽ ആ ക്ലാസ്സിലേക്ക് കയറാൻ പാടില്ല, പുറത്തിരിക്കണം. ഒരു ആണും ഒരു പെണ്ണും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ മോശക്കാരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്കങ്ങനെ ദുരുദ്ദേശങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾക്കറിയൂലേ, ഇല്ലാ കാന സാലിസഹുമുശ് ശൈത്വാൻ, അവിടേക്ക് മൂന്നാമനായി പിശാച് കടന്നു വരുമെന്നാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്. മൂന്നാമനായി പിശാച് കടന്നു വരും. നിങ്ങൾ നല്ലവരാണ് പെണ്ണെ, നീ നല്ലവനാണ് ചെറുപ്പക്കാരാ, നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയില്ല. പക്ഷേ അവിടേക്ക് മൂന്നാമനായി പിശാച് വന്നാൽ നിന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ നിനക്ക് പ്രയാസമാണ്. നിന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പെണ്ണെ നിനക്ക് പ്രയാസമാണ്. പിശാച് രണ്ടുപേരുടെയും ശരീരത്തിൽ കയറിക്കൂടിയാൽ പിന്നെ ചിരിക്കാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും. നിയന്ത്രണമില്ലാത്ത സംസാരങ്ങൾ, പിന്നെ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വാതിൽ തന്നെ നിങ്ങൾ അടച്ചു വെക്കണേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും ഒറ്റയ്ക്കിരിക്കുന്നത് ഹറാമാണ്. അലാ ലാ യഖ്ലുവന്ന റജുലുൻ ബിംറാ, ഒരു ആണും ഒരു പെണ്ണും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. ഈ അടുത്താണ് കാസർഗോഡ് ജില്ലയാണോ കണ്ണൂർ ജില്ലയാണോ എന്ന് അറിയില്ല, വയനാട്ടിലേക്ക് കൂടെ പഠിക്കുന്ന സഹോദരിയെയും കൂട്ടി ഒരു ചെറുപ്പക്കാരൻ വയനാട്ടിലേക്ക് പോയത്. വയനാട് ചുരത്തിൽ വെച്ച് രണ്ടുപേരും ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുപോയ വാർത്ത പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചതാണ്. മംഗലാപുരത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിനിയുടെ കൂടെ കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് കാറിന്റെ നിയന്ത്രണം വിട്ട് കാർ പുഴയിലേക്ക് മറിഞ്ഞത്. രാവിലെ വന്ന് നോക്കുമ്പോ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാറിനെ കണ്ട് തുറന്നു നോക്കുമ്പോൾ 2 വിദ്യാർത്ഥികളാണ്, ഒരു വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥിനി. ഇങ്ങനെ ഒരു മരണമെന്ന് പറയുന്നത് ഹറാമിലുള്ള മരണമല്ലേ എന്റെ സഹോദര? ഇന്നമൽ അമാലു ബിഖവാതീമിഹാ, ഒരാൾ അവസാനമായി എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു അയാളെ സ്വീകരിക്കുന്നതും അള്ളാഹു അയാളെ തള്ളിക്കളയുന്നതും. തന്റെ കാമുകിയുടെ കൂടെ ചേർന്ന് ബൈക്ക് യാത്ര നടത്തി ബൈക്കിൽ വെച്ച് ആക്സിഡന്റ് ആയാൽ അയാൾ അവസാനം ചെയ്തത് വ്യഭിചാരമാണ്. കാറിലാണെങ്കിലും വ്യഭിചാരമാണ്. ഹറാമായ മരണത്തിൽ നിന്ന്, സൂഉൽ ആഖിബത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നവർ ആലോചിക്കണം, തിയേറ്ററിൽ കിടന്ന് മരിക്കേണ്ട ഒരവസ്ഥ നമ്മൾക്കുണ്ടായാലോ? 2 മണിക്കൂർ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടയിൽ ഹൃദയാഘാതം ഉണ്ടാവുന്നത്, സൈലന്റ് അറ്റാക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ മരിച്ചുപോയാൽ എന്താണ് ജനങ്ങൾ നമ്മളെ കുറിച്ച് പറയുന്നത്? എന്തു ഹറാമുമാവട്ടെ, തന്റെ ഫ്ലാറ്റിലേക്ക് 2 പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് പെൺകുട്ടികളുടെ കൂടെ ശയിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയിലുള്ള ഒരു മുതലാളി മരിച്ചുപോയത്. ഇതൊക്കെ ഉള്ള വാർത്തകളാണ്, ഇല്ലാത്ത വാർത്തകളല്ല. എവിടെ വെച്ചാണ് എങ്ങനെയാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കണേ, ഹറാമായ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. കാരണം മൂന്നാമതായി അവിടേക്ക് പിശാചാണ് കടന്നു വരുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ പറയാണ്, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഐക്യത്തോടെ നിൽക്കണേ, നല്ല കെട്ടുറപ്പോടെ നിൽക്കണേ, നല്ല സംഘടിത ശക്തിയോടെ നിൽക്കണേ. കാരണം വഇയ്യാകും വൽ ഫുർഖ, നിങ്ങൾ ഭിന്നിച്ചു നിന്നാൽ അത് വലിയ പ്രശ്നമാണ്. ഭിന്നിച്ചു നിൽക്കരുത്. ഫഇന്ന ശൈത്വാന മഅൽ വാഹിദി, ഒരാൾ ഒറ്റയ്ക്കുണ്ടാകുമ്പോൾ അവന്റെ കൂടെ പിശാചുണ്ടാകും. 2 പേരുണ്ടാകുമ്പോൾ അവനിൽ നിന്ന് പിശാച് അകലെയാണ്. 3 പേരുണ്ടായാൽ പിശാച് അവിടേക്ക് കടന്നു വരികയേ ഇല്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെ സൂക്ഷിക്കണേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിലിരിക്കുമ്പോൾ എന്തൊക്കെയോ ചിന്ത നമ്മൾക്ക് കടന്നു വരും. 2 പേരുണ്ടാകുമ്പോൾ അങ്ങനെയൊന്നും വരൂല. ഒറ്റയ്ക്ക് ഉറങ്ങാൻ, ഒറ്റയ്ക്ക് നല്ല റൂമിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ പിശാച് വന്നിട്ട് എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. അപ്പം അതിന് പകരം ഒറ്റയ്ക്ക് ഉറങ്ങുന്നതിന് പകരം
നമ്മുടെ അനുജൻ ജ്യേഷ്ഠൻ വീട്ടിലുള്ള ആരുടെയെങ്കിലും കൂടെ കിടന്നുറങ്ങുക. പെൺകുട്ടികൾ അങ്ങനെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്നതിന് പകരം ജ്യേഷ്ഠത്തി, അനുജത്തി, ഉമ്മ ഇങ്ങനെ ആരുടെയെങ്കിലും കൂടെ കിടന്നുറങ്ങുക. ഒറ്റയ്ക്ക് ഉറങ്ങുമ്പോൾ അവിടേക്ക് പിശാച്ച് വരും. രണ്ടാളുണ്ടെങ്കിലും പിശാച്ച് വരും, പക്ഷേ കുറച്ച് അകലെയായിരിക്കും. വഹുവ മിനൽ ഇത്നൈനി അബ്അദ്. രണ്ടുപേരുണ്ടെങ്കിൽ പിശാച്ച് വരും, പക്ഷെ അകലെയാണ്. 3 പേരുണ്ട്, പിശാച്ച് അവിടെ കടുക്കുകയേ ഇല്ല. 2 പേരുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. 2 ജ്യേഷ്ഠനും അനുജനും ഒന്നിച്ചുറങ്ങുമ്പോൾ തെറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അനുജത്തിയും ജ്യേഷ്ഠത്തിയും ഒന്നിച്ച് കിടന്നുറങ്ങുമ്പോൾ ഫോൺ വിളിക്കാനും ചാറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത കുറവാണ്. കാരണം ജ്യേഷ്ഠത്തി കണ്ട ഉമ്മാട് ചെല്ലും, അനുജത്തി കണ്ട ഉപ്പാട് ചെല്ലും. അപ്പോൾ വഹുവ മിനൽ ഇത്നൈനി അബ്അദ്. 2 പേരുണ്ടാകുമ്പോൾ പിശാച്ച് അകലെയായിരിക്കും. കൂട്ടത്തിൽ 3 ആളുകളുണ്ടെങ്കിലോ, അപ്പോൾ നിങ്ങളൊരു കൂട്ടമായി ഐക്യത്തോടെ സംഘടിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് പിശാച്ചിന് വരാൻ പറ്റൂല. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ അറാദ ബുഹ്ബൂഹത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ തട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയൽസമിൽ ജമാഅ, സംഘടിതമായി നിൽക്കണേ. സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ തട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംഘടിതമായി നിൽക്കണേ. ഭിന്നിപ്പിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിൽ സ്ഥാനമില്ല. ഭിന്നിപ്പിക്കുന്ന ആളുകൾക്ക്, തമ്മിൽ തല്ലുണ്ടാക്കുന്ന ആളുകൾക്ക്, ചോര കുടിക്കുന്ന ആളുകൾക്ക്, ഫിത്നയുണ്ടാക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിൽ സ്ഥാനമില്ല. സ്വർഗ്ഗത്തിലെ ഉന്നതമായ തട്ടുള്ളത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം മറന്നിട്ട് കൂടെ നിൽക്കുന്ന ആളുകൾക്കാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മകൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആരോപണമുണ്ടാക്കിയ മിസ്തഹ് എന്ന് പറയുന്ന തന്റെ കുടുംബക്കാരന് ഭക്ഷണം നൽകൂല എന്ന് സത്യം ചെയ്തപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കുന്നത്. കേൾക്കണേ എന്റെ ശബ്ദം ശപിക്കുന്ന സഹോദരങ്ങൾ, കേൾക്കണം എന്റെ ശബ്ദം ശപിക്കുന്ന സഹോദരിമാർ. തന്റെ മകൾ ആയിഷയെ കുറിച്ചൊരു ആരോപണം, വ്യഭിചാര ആരോപണം ഉണ്ടാക്കി. ഇപ്പൊ നമ്മളെ മക്കളെ കുറിച്ചിട്ട് ഒരാൾ ആരോപണം, വ്യഭിചാര ആരോപണം ഉണ്ടാക്കി. ആ ആരോപണം ഉണ്ടാക്കിയത് കുടുംബക്കാരനാണ്. അപ്പൊ ഇനി മേലാൽ ഞാൻ അയാളോട് മിണ്ടൂല്ല, ഞാൻ അയാളുമായിട്ടൊരു ബന്ധമില്ല എന്ന് നമ്മൾ സത്യം ചെയ്താലോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മകൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം ഉണ്ടാക്കിയ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സത്യം ചെയ്തു, ഇനി ഞാൻ അയാൾക്ക് ഭക്ഷണം നൽകൂല, ഇനി ഞാൻ അയാളെ സഹായിക്കൂല, ഇനി ഞാൻ അയാളെ തിരിഞ്ഞു നോക്കൂല എന്ന് സത്യം ചെയ്തപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കുന്നത്, വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅ, നിങ്ങളിൽ നിന്ന് മാന്യരായ ആളുകൾ സത്യം ചെയ്യാൻ പാടില്ല, അയ്യുതു ഉലിൽ ഖുർബ, കുടുംബക്കാർക്ക് ഞാൻ ഇനി നൽകൂല എന്ന്, വൽ മസാകീൻ, മിസ്കീന്മാർക്ക്, വൽ മുഹാജിരീൻ, മുഹാജിരീങ്ങൾക്ക് ഫീ സബീലില്ലാഹ്, ഇനി ഞാൻ അയാളെ സഹായിക്കൂല എന്ന് സന്മനസ്സുള്ള നല്ലവരായ ആളുകൾ സത്യം ചെയ്യാൻ പാടില്ല. ഒന്ന് മാപ്പ് നൽകിക്കൂടെ, ഒന്ന് വിട്ടുവീഴ്ച ചെയ്തുകൂടെ? അതാണ് നമ്മൾക്കില്ലാതെ പോയത്. മാപ്പ് നൽകുക എന്നൊരു പരിപാടി നമ്മൾക്കില്ല. ഇങ്ങോട്ടടിച്ച് അങ്ങോട്ടടി, ഇങ്ങോട്ട് പിണങ്ങി അങ്ങോട്ട് പിണങ്ങി. ഒന്ന് മാപ്പ് ചെയ്യും മുഅ്മിനീങ്ങളെ, ഒന്ന് അഫ്വ് ചെയ്യ്, അഫ്വൻ വമഅദിറ, വിട്ടുകൊടുക്ക്, എക്സ്ക്യൂസ് കൊടുക്ക്. വൽയഅഫു വൽയസ്ഫഹു, മാപ്പ് നൽകൂ, വിട്ടുവീഴ്ച ചെയ്യൂ, മാപ്പ് നൽകൂ, വിട്ടുവീഴ്ച ചെയ്യൂ. സ്വന്തം മകളെ വ്യഭിചാര ആരോപണം ഉണ്ടാക്കിയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വ്യഭിചാര ആരോപണം ഉണ്ടാക്കിയതിന്റെ പേരിൽ തന്റെ കുടുംബക്കാരനായ മിസ്തഹിന് ഞാൻ ഇനി ഭക്ഷണം നൽകൂല, ഇനി ഞാൻ സാമ്പത്തിക സഹായം ചെയ്യൂല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അല്ലാഹു ആയത്തിറക്കുന്നത്. അങ്ങനെ അയാൾ തെറ്റ് ചെയ്തു എന്ന കാരണത്താൽ അകറ്റി നിർത്തണ്ട, മാറ്റി നിർത്തണ്ട. വൽയഅഫു വൽയസ്ഫഹു, അയാൾക്ക് മാപ്പ് നൽകൂ, അയാൾക്ക് വിട്ടു ചെയ്യോ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളൊരു തെറ്റ് ചെയ്താൽ അല്ലാഹു മാപ്പ് നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളെ തെറ്റുകൾക്ക് അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകണമെങ്കിൽ നിങ്ങളും ജനങ്ങൾക്ക് മാപ്പ് നൽകണേ.
ഭൂമിയിലുള്ള ആളുകൾക്ക് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തുള്ള അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങോട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ മുഅ്മിനീങ്ങളെ. ജനങ്ങൾക്ക് അങ്ങോട്ട് കരുണ ചെയ്യും, എന്നാൽ അള്ളാഹു ഇങ്ങോട്ട് കരുണ ചെയ്യും. ഭൂമിയിലുള്ള ആളുകൾക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യൂ, യർഹമുകും മൻ ഫിസ്സമാ, ആകാശത്തുള്ള അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്. വലിയൊരു പ്രശ്നം മുഹാജിരീങ്ങൾക്കും അൻസാരികൾക്കും ഇടയിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, മുഹാജിരീങ്ങൾക്കും അൻസാരികൾക്കും ഇടയിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. അൻസാരികളെപ്പുറത്ത്, മുഹാജിരീങ്ങൾ ഇപ്പുറത്ത്. അൻസാരികൾ എന്ന് പറഞ്ഞാൽ മദീനക്കാർ, മുഹാജിരീങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കക്കാർ. രണ്ടുപേരും മുസ്ലിമീങ്ങളാണ്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇന്നൽ അൻസാറ കാനൂ അക്സറ മിനൽ മുഹാജിരീൻ, അൻസാരികൾ മുഹാജിരീങ്ങളെക്കാളും കൂടുതലായിരുന്നു. ആദ്യം മുഹാജിരീങ്ങൾ മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോയപ്പോ മദീനക്കാരായിരുന്നു കൂടുതൽ. പിന്നെ മുഹാജിരീങ്ങൾ വർദ്ധിച്ചു, മക്കക്കാരായ ആളുകൾ വർദ്ധിച്ചു. മക്കയിൽ നിന്ന് ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ മക്കക്കാർ ഒരുപാട് പേരുണ്ടായി. രണ്ടുപേരും യുദ്ധത്തിന് പുറപ്പെടുകയാണ്. മുഹാജിരീങ്ങളും അൻസാരികളും യുദ്ധത്തിന് പുറപ്പെട്ടപ്പോ മുഹാജിരീങ്ങളിൽ ഒരാൾ അൻസാരികളിൽ പെട്ടവരാളെ തള്ളുകയുണ്ടായി, അടിക്കുകയുണ്ടായി. മക്കക്കാരനായ ഒരു സ്വഹാബി മദീനക്കാരനായ ഒരു സ്വഹാബിയെ തള്ളുകയുണ്ടായി, അടിക്കുകയുണ്ടായി. ഫകാന ബൈനഹുമാ ഖിതാലുൻ, രണ്ടുപേരും നല്ല ഒരു അടിപിടിയുണ്ടായി. മക്കക്കാരനും മദീനക്കാരനുമായ രണ്ട് സ്വഹാബാക്കൾ രണ്ടുപേരും നല്ല അടിപിടിയുണ്ടായി. അപ്പൊ മദീനക്കാരൻ വിളിച്ചു പറഞ്ഞു, യാ മഅ്ശറൽ അൻസാർ, മദീനക്കാരെ ഓടിവരൂ, മദീനക്കാരെ ഓടിവരൂ, എന്നെ ഒരു മക്കക്കാരൻ അടിക്കുകയാണ്. മക്കക്കാരൻ ഉടനെ വിളിച്ചു പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ, മക്കക്കാരെ ഓടിവരൂ, എന്നെ ഒരു അൻസാരി അടിക്കുകയാണ്, എന്നെ ഒരു മദീനക്കാരൻ അടിക്കുകയാണ്. രണ്ട് വിഭാഗമായി വലിയ ഒരു യുദ്ധത്തിന്റെ, വലിയ ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിലേക്ക് പോവുകയാണ്. വലിയൊരു പ്രശ്നം അവിടെ കൊടുമ്പിരി കൊള്ളാൻ പോവുകയാണ്. പരസ്പരം അഭ്യന്തര യുദ്ധം നടക്കാൻ പോവുകയാണ്. ആ ഒരു വിഷയം അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് എത്തിയപ്പോ നബി തങ്ങൾ ഓടി വന്നിട്ട്, മാലകും വലിദഅവത്തിൽ ജാഹിലിയ്യ, മാലകും വലിദഅവത്തിൽ ജാഹിലിയ്യ, നിങ്ങൾ എന്താണ് പണ്ട് കാട്ടറബികൾ ചെയ്തതുപോലെ, വിവരമില്ലാത്ത വിഡ്ഢികളായ ആളുകൾ ചെയ്തതുപോലെ പരസ്പരം പോരടിക്കുകയാണോ, പരസ്പരം തമ്മിൽ തല്ലുകയാണോ, പരസ്പരം ഭിന്നിക്കുകയാണോ? അപ്പോഴാണ് അവിടെ നിന്ന് ചില ആളുകൾ പറഞ്ഞത്, നബിയെ, മുഹാജിരീങ്ങളിൽ പെട്ട ഒരാൾ, മക്കക്കാരനായ ഒരാൾ മദീനക്കാരനെ അടിച്ചു നബിയെ, അതിന്റെ പേരിലാണ് പ്രശ്നമുണ്ടായത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ദഊഹാ ഫഇന്നഹാ മുൻതിന, അത് നാശമുണ്ടാക്കുന്നതാണ്, അത് ദുർഗന്ധമുണ്ടാക്കുന്നതാണ്. രണ്ടുപേരും ഭിന്നിക്കല്ല. നിങ്ങൾ മക്കക്കാരെയും മറ്റൊരാൾ മദീനക്കാരെയും വിളിച്ചിട്ട് ചേരി തിരിഞ്ഞ് പരസ്പരം പോരാടുന്നത് അത് ദുർഗന്ധമുണ്ടാക്കുന്നതാണ്, അത് നമ്മുടെ അഭിമാന പ്രശ്നമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എന്ന് പറയുന്ന മുനാഫിഖ് അവിടെ നിന്ന് പറഞ്ഞത്, ലഇൻ റജഅനാ ഇലൽ മദീന, മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈയുടെ യുദ്ധത്തിന് പോയതാണ്. മക്കക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് മദീനക്കാരോട് ഈ മുനാഫിഖ് പറഞ്ഞു, ഞങ്ങൾ മദീനയിലെത്തിയാൽ ഈ മക്കക്കാർ ഞങ്ങളെ മദീനയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുമെന്ന്. ഇവരൊരുപാട് അധികരിച്ചിട്ടുണ്ട്, മക്കക്കാർ ഒരുപാട് അധികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മദീനയിലെത്തിയാൽ ഇവർ ഞങ്ങളെ പുറത്താക്കുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന മുനാഫിഖ് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ദഅനീ ഫഅഖ്തുല, എന്നെ വിടൂ നബിയെ, ഞാൻ ഇയാളെ കൊല്ലട്ടെ. ഇവിടെ ഭിന്നിപ്പിന്റെ സ്വരമുണ്ടാക്കിയവർ, സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കി
ഭിന്നിപ്പുണ്ടാക്കി ചോര കുടിച്ചവർ, മദ്രസകൾക്കിടയിൽ ഒരുപാട് മദ്രസകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി 2 മദ്രസകളാക്കി മാറ്റിയ ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ദഅനി നബിയെ, എന്നെ വിടൂ, ഞാൻ ഇയാളെ കൊന്നുകളയട്ടെ. ഇയാള് ഭിന്നിപ്പിന്റെ പുതിയ വിഷവിത്തുകൾ ഇവിടെ പാകുകയാണല്ലോ, ഇയാളെ ഞാൻ കൊന്നുകളയട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വേണ്ട ഉമറേ, വേണ്ട. ലാ യതഹദ്ദസുന്നാസ്, പിന്നെ ജനങ്ങൾ പറയാൻ തുടങ്ങും, പിന്നെ ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങും, അന്ന റസൂലുള്ളാഹി യഖ്തുലു അസ്ഹാബ, നബി തങ്ങൾ സ്വന്തം സ്വഹാബാക്കളെ തന്നെ വധിക്കുന്നുണ്ട്, സ്വന്തം സംഘത്തെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് വധിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങും. അതുകൊണ്ട് വേണ്ട ഉമറേ എന്ന് പറഞ്ഞിട്ട് പരസ്പരം ഭിന്നിപ്പുണ്ടാവേണ്ട, പരസ്പരം അസ്വാരസ്യങ്ങൾ ഉണ്ടാവേണ്ട ഒരു സാഹചര്യം അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിയന്ത്രിക്കുകയാണ്. നമ്മൾക്കൊക്കെ ഏറെ പരിചയമുള്ള ഒരു സംഭവമാണ് മഹാനായ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. മജ്ലിസുൻ നൂറിന്റെ ചരിത്രം പറയുമ്പോൾ പലരും ഇത് പറയാറുണ്ട്. എന്താണ് സംഭവം? സ്വന്തം രാഷ്ട്രത്തോട് വഞ്ചന നടത്തി രാഷ്ട്രീയ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത ഒരാളാണ് ഹാത്തിബ് ഇബ്നു ബൽതഅ എന്ന് പറയുന്ന സ്വഹാബി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അലി തങ്ങളെ വിളിക്കുകയാണ്, സുബൈർ തങ്ങളെ വിളിക്കുകയാണ്, മിഖ്ദാദ് തങ്ങളെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ റൗലത്തു ഖാഖ് എന്ന് പറയുന്ന തോട്ടത്തിലേക്ക് ചെല്ലണം. അവിടെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ കയ്യിൽ ഒരു എഴുത്തുണ്ട്, ആ എഴുത്തുമായി നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു, മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ റൗലത്തു ഖാഖ് എന്ന് പറയുന്ന തോട്ടത്തിലെത്തി. പറഞ്ഞതുപോലെ അവിടെ ഒരു പെണ്ണുണ്ട്. പെണ്ണിനോട് പറഞ്ഞു, ഹാത്തിൽ കിതാബ്, നിന്റെ കയ്യിലുള്ള കത്തിങ്ങോട്ട് തരണം. അഖ്രിജിൽ കിതാബ്, നിന്റെ കയ്യിലുള്ള കത്തിങ്ങോട്ട് തരണമെന്ന് പെണ്ണിനോട് പറഞ്ഞപ്പോ ആ പെണ്ണ് പറഞ്ഞു, മാ മഈ കിതാബ്, എന്റെ കയ്യിൽ എഴുത്തില്ല. അപ്പോഴാണ് അവർ പറഞ്ഞത്, ലതുഖ്രിജന്നൽ കിതാബ്, ഒന്നുകിൽ നീ നിന്റെ കയ്യിലുള്ള എഴുത്തെനിക്ക് തരണം, അല്ലെങ്കിൽ നിന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി നിന്റെ കയ്യിലുള്ള എഴുത്തുമായി ഞങ്ങൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോ ഇവർ ചോദിച്ചു, എന്ത് ആഭാസമാണ് നിങ്ങൾ പറയുന്നത്? എന്ത് ചെറ്റത്തരമാണ്, തണ്ടിത്തരമാണ് നിങ്ങൾ പറയുന്നത്? എന്റെ വസ്ത്രം അഴിച്ചെടുത്ത് എന്റെ കയ്യിൽ നിന്ന് കത്തുകൊണ്ടുപോവാനോ? എന്റെ കയ്യിൽ കത്തില്ല. അപ്പൊ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, കത്ത് തരാതെ നിങ്ങൾ തിരിച്ചു പോകൂല എന്ന് പറഞ്ഞപ്പോഴാണ് തന്റെ മുടിയുടെ ഇടയിൽ പിരിച്ചു വെച്ച മുടികൾക്കിടയിലുള്ള ഒരു എഴുത്ത് പുറത്തെടുത്ത് മഹാന്മാരായ സ്വഹാബാക്കളുടെ കയ്യിൽ കൊടുക്കുന്നത്. ആ എഴുത്തുമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ചെന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ എഴുത്തു വായിക്കാൻ തുടങ്ങി. സ്വഹാബാക്കളൊക്കെ ആ എഴുത്ത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഫൈദാ ഫീഹി മിൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ, ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന ബദ്രിൽ പങ്കെടുത്ത സ്വഹാബി എഴുതി കൊടുത്ത കത്താണിത്. എവിടേക്കാണ് എഴുതി കൊടുത്തത്? ഇലാ നാസിം ബിമക്കത്തിൻ മിനൽ മുശ്രിക്കീൻ, മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്ക്, ശത്രുക്കൾക്ക് എഴുതി കൊടുത്തതാണ്. എന്താണ് എഴുതി കൊടുത്തത്? നബി തങ്ങളും സഹാബാക്കളും മക്കയിലേക്ക് യുദ്ധത്തിന് വേണ്ടി വരുന്നുണ്ട് എന്ന വാർത്ത വളരെ രഹസ്യമായി ഒരു രാഷ്ട്രത്തിന്റെ രഹസ്യം ചോർന്നുകൊടുത്തു ഒരു സ്വഹാബി. മക്കക്കാരായ മുശ്രിക്കീങ്ങൾക്ക് ഒരു രഹസ്യം ചോർന്നുകൊടുത്തു ഒരു സ്വഹാബി. ഇത് കണ്ടപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി എണീക്കുന്നത്. നബിയേ, ഞാൻ ഇയാളെ വധിക്കട്ടെ നബിയേ. അഖ്തുലു ഹാദൽ മുനാഫിഖ് ദഅനി അദ്രിബു ഉനുക ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിക്കിന്റെ തല ഞാൻ വെട്ടിയെടുക്കട്ടെ നബിയേ. മഹാനായ നബി തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ചു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഒരു രാഷ്ട്രത്തിന്റെ രഹസ്യം എന്തിനാണ് ചോർത്തിയത്? അപ്പോഴാണ് സ്വഹാബി പറഞ്ഞത്, നബിയെ, ഞാൻ മുർത്തദ്ദായത് കൊണ്ടല്ല, നബിയെ, ഞാൻ മുനാഫിക്കായത് കൊണ്ടല്ല. എന്റെ അല്പം സമ്പാദ്യങ്ങൾ എന്റെ മുസ്ലിമല്ലാത്ത ചില മുശ്രിക്കീങ്ങളുടെ കയ്യിലുണ്ട്. യുദ്ധത്തിന് പോയി അവരുമായി യുദ്ധം നടന്നാൽ എന്റെ സമ്പാദ്യങ്ങൾ നശിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് അത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കത്തെഴുതിയത്. അപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, ദഅനീ, ഞാൻ ഇയാളുടെ കഴുത്തറുക്കട്ടെ, ഇയാൾ മുനാഫിക്കാണ് നബിയെ.
ഇയാള് മുനാഫിക്കാണ് നബിയെ. നബി തങ്ങൾ പറഞ്ഞു, വേണ്ട ഉമറേ, ഇയാൾ ബദറിൽ പങ്കെടുത്ത ആളാണ്. പിന്നെ ജനങ്ങൾ പറയാൻ തുടങ്ങും. മറ്റൊരവസരത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ ജനങ്ങൾ പറയാൻ തുടങ്ങും, മുഹമ്മദ് സ്വന്തം സമുദായത്തെ തന്നെ കൊല്ലുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതിരിക്കാൻ, അഭ്യന്തര കലഹങ്ങളില്ലാതിരിക്കാൻ, വേണ്ട ഉമറേ, ഇയാൾ യുദ്ധത്തിൽ പങ്കെടുത്തവനാണ്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവനാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് മാപ്പ് നൽകുകയാണ്. ഈ പാഠമല്ലേ നമ്മൾ പഠിക്കേണ്ടത്? ചെറിയൊരു തെറ്റിന്റെ പേരിൽ പുറത്താക്കുകയാണോ? ചെറിയൊരു തെറ്റിന്റെ പേരിൽ അടിപിടി കൂടുകയാണോ? ചെറിയൊരു തെറ്റിന്റെ പേരിൽ ഭിന്നിക്കുകയാണോ? വേണ്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവസാനമായി ഒരൊറ്റൊരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞതുപോലെ മക്കക്കാരും മദീനക്കാരും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. വലിയൊരു അടിപിടി, വലിയൊരു യുദ്ധത്തിന്റെ അഭ്യന്തര കലഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാരണത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോഴാണ് മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വരുന്നത്. നബിയേ, യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഗനീമത്ത് സ്വത്ത് നിങ്ങൾ മക്കക്കാർക്ക് കൊടുത്തത് ശരിയായിട്ടില്ല നബിയേ. അതിൽ മദീനക്കാരായ ഞങ്ങൾക്ക് വിരോധമുണ്ട് നബിയേ. മദീനക്കാരായ ആളുകൾ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി. നബി തങ്ങൾ സ്വന്തം നാട്ടുകാരായ മക്കക്കാരെ തെരഞ്ഞെടുത്തു എന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി. സ്വന്തം നാട്ടുകാരായ മക്കക്കാരെ അല്ലാഹുവിന്റെ ഹബീബ് തെരഞ്ഞെടുത്തിട്ട് ഞങ്ങൾക്ക് ഒന്നും തന്നില്ല. നബി തങ്ങൾ ഇവിടെ ഒരു വിഭാഗീയത കാണിച്ചു എന്ന് മദീനക്കാരായ അൻസാരികൾ പറയാൻ തുടങ്ങി. ആ ഒരു വാർത്തയുമായിട്ടാണ് മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വരുന്നത്. നബി തങ്ങൾ ചോദിച്ചു, അബൂ സഈദ്, നിന്റെ അഭിപ്രായം എന്താണ്? അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാനും മദീനക്കാരുടെ കൂടെയാണ്. നിങ്ങൾ സ്വന്തം നാട്ടുകാർക്ക് കൊടുക്കുകയും ഞങ്ങളെ പരിഗണിച്ചതേ ഇല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, എന്നാൽ മദീനക്കാരെ എല്ലാം വിളിച്ചിങ്ങോട്ട് കൊണ്ടുവാ, മദീനക്കാരെ എല്ലാം വിളിച്ചിങ്ങോട്ട് കൊണ്ടുവാ. എല്ലാവരും ഒരുമിച്ചുകൂടി. ആ ഒരുമിച്ച് കൂടിയതിനിടയിൽ ചില മക്കക്കാരായ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. അവരോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. മക്കക്കാരായ സ്വഹാബാക്കളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. മദീനക്കാരായ സ്വഹാബാക്കളെല്ലാം ഒരുമിച്ച് കൂടിയപ്പോ മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവിടേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്നിട്ട് അൻസാരികളെ വിളിച്ചിട്ടൊരു പ്രഭാഷണം നടത്തി. യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാരികളുടെ കൂട്ടമേ, മാ ഖാലത്തുൻ ബലഗത്നി അൻകും വമൗജിദതൻ വജത്തുമുഹാ ഫീ അൻഫുസികും, നിങ്ങളുടെ വർത്തമാനങ്ങൾ ഞാൻ കേട്ടു, നിങ്ങളുടെ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും അറിയാൻ കഴിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അലം ആതികും ലുല്ലാലൻ ഫഹദാകുമുല്ലാഹ്, ഞാൻ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ വഴിപിഴച്ചവരായിരുന്നില്ലേ? ഞാൻ കാരണത്താൽ അല്ലാഹു നിങ്ങളെ നന്നാക്കിയില്ലേ? വആലതൻ ഫഅഗ്നാകുമുല്ലാഹ്, ഞാൻ വരുമ്പോൾ നിങ്ങൾ ദരിദ്രരായിരുന്നു, അല്ലാഹു നിങ്ങൾക്ക് ഐശ്വര്യം നൽകിയില്ലേ? നിങ്ങൾ പരസ്പരം പോരടിക്കുന്ന ശത്രുക്കളായിരുന്നു, നിങ്ങൾക്കിടയിൽ അല്ലാഹു ഐക്യമുണ്ടാക്കിയില്ലേ? മദീനക്കാര് പറഞ്ഞു, ബലാ ലില്ലാഹി വലിറസൂലിഹിൽ മന്നു വൽ ഫളൽ, നബിയെ, അതെ, നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ദരിദ്രരായിരുന്നു, പരസ്പരം പോരടിക്കുന്ന ആളുകളായിരുന്നു, വഴി പിഴച്ചവരായിരുന്നു. നിങ്ങൾ കാരണത്താൽ ഇവിടെ ഐശ്വര്യമുണ്ടായി, ഞങ്ങളെല്ലാവരും നന്നായി, ഞങ്ങളുടെ ശത്രുത മാറി ഐക്യത്തോടെ ജീവിക്കാൻ തുടങ്ങി. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, അലാ തുജീബൂനി യാ മഅ്ശറൽ അൻസാർ, ഞാൻ ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ എനിക്ക് ഉത്തരം തരുമോ? എന്തിനാണ് നബിയെ ഉത്തരം നൽകേണ്ടത്? നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങി, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കും, നിങ്ങൾ പറയും ശരിയാണെന്ന്. അതൈതനാ മുകദ്ദബൻ, ഞാൻ നിങ്ങളിലേക്ക് കടന്നു വന്നത് ജനങ്ങളെല്ലാം എന്നെ മക്കയിൽ നിന്ന് തള്ളിപ്പറഞ്ഞ് കള്ളനായി ചിത്രീകരിച്ചപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ശരിയാണല്ലോ. ജനങ്ങളെല്ലാം എന്നെ കള്ളനാക്കിയപ്പോഴാണ് ഞാൻ മദീനയിലേക്ക് വന്നത്, നിങ്ങൾ എന്നെ അംഗീകരിച്ചു. ഞാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ നിങ്ങൾ എന്നെ സഹായിച്ചു, ആട്ടി ഓടിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് അഭയം നൽകി, ദരിദ്രനായ എനിക്ക് നിങ്ങൾ അഭയസ്ഥാനം നൽകി. എന്നിട്ട് ചെറിയ ഒരു ദുനിയാവിന്റെ സ്വത്തിന്റെ പേരിൽ നിങ്ങൾ പരസ്പരം പിണങ്ങുകയാണോ? വജത്തും ഫീ അൻഫുസികും യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാരികളുടെ കൂട്ടമേ, ഓ അൻസാരികളുടെ കൂട്ടമേ, ഞാൻ
ചില പുതുമുസ്ലിമീങ്ങളായ മക്കക്കാർക്ക് കേൾക്കണേ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. മക്കക്കാരായ ചില പുതുമുസ്ലിമീങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് ലഭിച്ച ഗനീമത്ത് സ്വത്ത് അവരെ ഇസ്ലാമിൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിനോട് കൂടുതൽ താല്പര്യമുണ്ടാവാൻ വേണ്ടി അവർക്ക് ഞാൻ കൊടുത്തത് നിങ്ങൾക്ക് വിഷമം തോന്നിയല്ലേ? ഞാൻ നിങ്ങൾക്ക് തരാതെ അവർക്ക് കൊടുക്കാൻ കാരണം നിങ്ങൾക്ക് തന്നില്ലെങ്കിലും നിങ്ങൾ ദീനിൽ അടിയുറച്ചു നിൽക്കുമെന്ന വിശ്വാസത്തിലാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ലൗലൽ ഹിജ്റ അഫലാ തർലൗന യാ മഅ്ശറൽ അൻസാർ. ഓ അൻസാരികളുടെ കൂട്ടമേ, ജനങ്ങൾ ആടും ഒട്ടകങ്ങളും സമ്പാദ്യങ്ങളുമായി വീട്ടിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഹബീബായ എന്നെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതല്ലേ ഇഷ്ടം? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരുപാട് ആളുകൾ സ്വത്തും സമ്പാദ്യമായി വീട്ടിലേക്ക് പോയി, പക്ഷെ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് എന്നെ കൊണ്ട് നിങ്ങൾക്ക് അതല്ലേ സന്തോഷം? യാ മഅ്ശറൽ അൻസാർ അയ്യദ്ഹബൻ നാസു ബിശ്ശാഇ വൽ ബഈർ. ഒട്ടകവും ആടുമായിട്ടാ ചില ആളുകൾ വീട്ടിലേക്ക് പോകുന്നത്. വതർജിഉ ബിറസൂലില്ലാഹി ഇലാ റിഹാലിക്കും. നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടാണ്. ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി. അല്ലാഹുവാണ് സത്യം. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളിൽപ്പെട്ട അൻസാരികളിൽപ്പെട്ട ഒരാളാകുമായിരുന്നു. ഇങ്ങനൊരു ഹിജ്റ വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ മക്കയിൽ ജനിച്ചത്, അല്ലെങ്കിൽ ഞാൻ മദീനയിൽ ജനിച്ച അൻസാരികളിൽപ്പെട്ട ആളാകുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എല്ലാ ജനങ്ങളും ഒരു താഴ്വരയിൽ, വസലക്കത്തിൽ അൻസാറു ശഅബൻ, അൻസാരികൾ മാത്രം മറ്റൊരു താഴ്വരയിൽ, മറ്റുള്ള മുഹാജിരികളും മക്കക്കാരും എല്ലാവരും വേറൊരു പർവ്വതത്തിൽ കയറിയാൽ ഞാൻ അൻസാരികൾ കയറിയ പർവ്വതത്തിലാണ് ഞാൻ കയറുക. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ റഹമിൽ അൻസാർ. അല്ലാഹുവേ, അൻസാരികൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ. വഅബ്നാ അൽ അൻസാർ, അൻസാരികളുടെ മക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ. വഅബ്നാ അബ്നാഇൽ അൻസാർ, അൻസാരികളുടെ മക്കളുടെ മക്കൾക്കും റഹ്മത്ത് ചെയ്യണേ. ഫബക്കൽ ഖൗമു, അപ്പോൾ അൻസാരികളെല്ലാം കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബിനെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചുവല്ലോ, മക്കക്കാർക്ക് പ്രാധാന്യം നൽകിയെന്ന് അറിയാതെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അവരുടെ താടിരോമങ്ങളിലൂടെ കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഉറ്റാൻ തുടങ്ങി. എന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് അവര് വീട്ടിലേക്ക് പോയത്. റളീനാ ബിറസൂലില്ലാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് അൻസാരികൾ നേരെ വീട്ടിലേക്ക് പോയത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ വലിയൊരു പ്രശ്നമാണ്. ഈ മക്കയും മദീനക്കാരായ അൻസാരികളും മുഹാജിരിങ്ങളും തമ്മിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ് നബിത്തങ്ങൾ വളരെ രമ്യമായി സൗമ്യമായി ആ പ്രശ്നം പരിഹരിച്ച് അൻസാരികളുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായി ഐക്യത്തോടെ നിൽക്കുന്ന രീതിയിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് ഇടപെടുന്നത്. നമ്മുടെ അവസ്ഥ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടുന്ന് കേട്ടത് അവിടെ നിന്നും കേൾക്കാത്തതും കേട്ടതൊക്കെ കൂട്ടിച്ചേർത്ത് എങ്ങനെ അകറ്റാൻ ശ്രമിക്കുന്നു, എങ്ങനെയാണ് രണ്ടുപേർ അകന്ന് നിർത്തുക എന്നൊരു രീതിയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ബിഅഫ്ളല മിൻ ദറജത്തി സിയാം, നോമ്പിനേക്കാൾ പ്രതിഫലമുള്ള ഒരു അമൽ, നോമ്പിനേക്കാൾ പ്രതിഫലമുള്ള ഒരു അമൽ, ഒരുപാട് നോമ്പ് നോക്കുന്നതിനേക്കാളൊക്കെ പ്രതിഫലമുള്ള ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വസ്സലാത്ത്, നിസ്കാരത്തെക്കാളും പ്രതിഫലമുള്ള ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വസ്സദഖ, സ്വദഖ കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലമുള്ള ഒരു അമൽ. ഒരുപാട് നോമ്പെടുക്കുക, ഒരുപാട് നിസ്കരിക്കുക, കോടിക്കണക്കിന് സ്വദഖ നൽകുക, ഇതിനേക്കാളൊക്കെ പ്രതിഫലമുള്ള ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, ഭലാ യാ റസൂലല്ലാഹ്, നബിയെ പറയൂ, നബിയെ പറയൂ, ഭലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബെ, എന്താണ് നിസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും സ്വദഖയെക്കാളും പ്രതിഫലമുള്ള അമൽ ഏതാണ് നബിയെ? അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത്, സ്വലാഹു ദാത്തിൽ ബൈൻ, രണ്ടു പേരുടെയും ഇടയിൽ ഇണക്കമുണ്ടാക്കലാണ് നിസ്കരിക്കുന്നതിനേക്കാളും നോമ്പ് നോക്കുന്നതിനേക്കാളും സ്വദഖ കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലമുള്ള അമലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഐക്യമുണ്ടാക്കുന്നത്, അവർ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കുകയും എന്നിട്ട് രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജ്യേഷ്ഠനും അനുജനും പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അളാപ്പയും മൂത്താപ്പയും, അതേപോലെ ഭാര്യയും ഭർത്താവും, ഉപ്പയും മക്കളും, ഉപ്പയും ഉമ്മയും, ചങ്ങാതിമാർ, നാട്ടുകാർ, കമ്മിറ്റി ഭാരവാഹികൾ, ഒരു നാട്ടിൽ തന്നെ പല ആളുകൾ പരസ്പരം തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, പരസ്പരം പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ
അവർക്കിടയിൽ സ്വലാഹു ദാത്തിൽ ബൈൻ, രണ്ടുപേരുടെയും ഇടയിൽ ഇണക്കാൻ വേണ്ടി ചില കളവുകളൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും ഇണക്കി നിർത്തലാണ്. നിങ്ങൾ ഒരുപാട് നിസ്കരിക്കുന്നതിനേക്കാളും, ഒരുപാട് സ്വതക്ക കൊടുക്കുന്നതിനേക്കാളും, ഒരുപാട് നോമ്പ് നോക്കുന്നതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടു പേർക്കിടയിൽ ഭിന്നിപ്പും പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാക്കി അകറ്റാൻ ശ്രമിക്കുന്നത് ഹിയൽ ഹാലിഖ, അത് ദീനിനെ തന്നെ നശിപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തല മുണ്ടനം ചെയ്യുന്നത് പോലെ, തലയിൽ നിന്ന് മുടി വടിച്ചെടുക്കുന്നത് പോലെ, ഭിന്നിപ്പുണ്ടാക്കുന്നവന്റെ ദീൻ മുടി കൊഴിഞ്ഞു പോകുന്നത് പോലെ കൊഴിഞ്ഞു പോകും. അവസാനം തലയിൽ മുടിയില്ലാത്തതുപോലെ ആ മനുഷ്യന്റെ ശരീരത്തിൽ ദീൻ ഉണ്ടാവൂല, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ദീൻ ഉണ്ടാവൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, പരസ്പരം ഫിത്നയുണ്ടാക്കുന്നവർ, പരസ്പരം ഫസാദ് ഉണ്ടാക്കുന്നവർ, രണ്ട് സമുദായത്തെ രണ്ട് ഭാഗത്ത് നിർത്തി അടിപിടി ഉണ്ടാക്കാൻ അവസരം നൽകുന്നവർ, തലയിൽ നിന്ന് മുണ്ടനം ചെയ്യുമ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നത് പോലെ അവന്റെ ശരീരത്തിൽ നിന്ന് ദീൻ കൊഴിഞ്ഞുപോയി ദീനില്ലാത്ത നാമമാത്ര മുസ്ലിമായി അയാൾ മാറുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ, ഇതാണ് നേരായ പാത. ഫസ്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ, വ്യത്യസ്തമായ വഴികൾ, വ്യത്യസ്തമായ സംഘടനകൾ, വ്യത്യസ്തമായ പാർട്ടികൾ, ഇങ്ങനെ ഓരോ പാർട്ടികൾ, ഓരോ രാഷ്ട്രീയ സംഘടനകളൊക്കെയായി നിങ്ങൾ മാറുന്നതിന് പകരം വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ, അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ സ്വാലിഹീങ്ങൾ, മഹാന്മാരായ ഉലമാക്കൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ പ്രസ്ഥാനം, ആ ദീനിന്റെ കൂടെ, ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നമ്മൾ നിന്നാൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണം. യുരീദൂന വജ്ഹ, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരുടെ കൂടെ നിൽക്കണം. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ സുഖങ്ങളെ തേടി പോകുന്ന വിഭാഗം, അവരുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ സുഖങ്ങൾ തേടി ആലിമീങ്ങൾ, സലഫുസ് സാലിഹീങ്ങളായ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന് വേണ്ടി ജീവിച്ച മഹാന്മാരായ ആലിമീങ്ങളുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും പറുദീസ തേടി, സമ്പാദ്യങ്ങൾ തേടി, നിങ്ങൾ ക്ഷേമം തേടി ഈ സംഘടനയും ഈ ദീനിന്റെ ഈ മഹത്തായ കൂട്ടായ്മയും വെടിഞ്ഞ് മാറി നിൽക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന്, എന്നെ ഓർക്കുന്നതിൽ നിന്ന്, എന്റെ ശബ്ദ പിൻപറ്റുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന വിഭാഗം, ആ വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുകയേ ചെയ്യരുത് എന്ന് പ്രത്യേകമായി പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? എല്ലാ ആളുകളോടും പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത്, പരസ്പരം ആളുകൾക്ക് പുറത്തു കൊടുത്ത്, എങ്ങനെ ഒന്നിക്കാൻ, എന്തൊക്കെ കാരണങ്ങളാണ് ഒന്നിക്കാനുള്ളത്, ആ കാരണങ്ങളെല്ലാം മുറുകെ പിടിച്ച്, അകലാനുള്ള കാരണങ്ങളെല്ലാം മറന്ന്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത്, പരസ്പരം മാപ്പ് ചെയ്ത്, എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ നല്ല നാളേക്ക് വേണ്ടി ഭാസുരമായ ഭാവിക്ക് വേണ്ടി ഒരുമിച്ച് കൂടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഹ്രസ്വമായ പ്രഭാഷണം ഉപസംഹരിക്കുകയാണ്.